ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. സോ നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിലെ സ്റ്റേജസ് ഓഫ് ഇൻ്റർനാഷണലൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെച്ചിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻ്റർനാഷണലൈസേഷൻ്റെ സ്റ്റേജസ്, അതായത് അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേജസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഡൊമസ്റ്റിക് കമ്പനി, ഇൻ്റർനാഷണൽ കമ്പനി, മൾട്ടിനാഷണൽ കമ്പനി, ഗ്ലോബൽ കമ്പനി, ട്രാൻസ്നാഷണൽ കമ്പനി, ഈ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഓറിയൻറ്റേഷൻസ് ആണ്. ഇൻ്റർനാഷണൽ ഓറിയൻറ്റേഷൻസ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഡിഗ്രി ആൻഡ് നാച്ചുർ, അല്ല എന്നുണ്ടെങ്കിൽ MNEകളുടെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിൻ്റെ, അല്ല എന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ ഓറിയൻറ്റേഷനാണ് നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ഒരു അനാലിസിസ് കൊണ്ടുവന്നത് വിൻഡ്, ഡഗ്ലസ് ആൻഡ് പേൾമുറ്റർ എന്ന് പറയുന്ന 3 ആൾക്കാരാണ്, 3 ഓതേഴ്സാണ് ഈ ഒരു ഓറിയൻറ്റേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഇൻ്റർനാഷണൽ ഓറിയൻറ്റേഷൻ എന്നുള്ള പേരിലൊന്നല്ല നമ്മൾ കേൾക്കാറുള്ളത്. നമ്മൾ EPRG സ്കീം എന്നുള്ള പേരിലാണ് നമ്മളിത് കേൾക്കാറുള്ളത്. EPRG സ്കീം. സോ വിൻഡ്, ഡഗ്ലസ് ആൻഡ് പേൾമുറ്റർ എന്ന് പറയുന്ന 3 ഓതേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള EPRG സ്കീം, അല്ല എന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഇൻ്റർനാഷണൽ ഓറിയൻറ്റേഷൻ, അതാണ് നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ EPRG എന്ന് പറയുന്ന പോലെ തന്നെ 4 ഓറിയൻറ്റേഷൻസ് ആണ് ഉള്ളത്. 4 ഓറിയൻറ്റേഷൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എത്നോസെൻട്രിസം, അല്ല എന്നുണ്ടെങ്കിൽ ഹോം കൺട്രി ഓറിയൻറ്റേഷൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പോളിസെൻട്രിസം, അല്ലെങ്കിൽ ഹോസ്റ്റ് കൺട്രി ഓറിയൻറ്റേഷൻ. തേർഡ് വൺ എന്ന് പറയുന്നത് റീജിയോസെൻട്രിസം, റീജിയണൽ ഓറിയൻറ്റേഷൻ. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ജിയോസെൻട്രിസം, വേൾഡ് ഓറിയൻറ്റേഷൻ. സോ ഇങ്ങനെയുള്ള 4 ഓറിയൻറ്റേഷൻ ആണുള്ളത്. എത്നോസെൻട്രിക് ഓറിയൻറ്റേഷൻ, പോളിസെൻട്രിക് ഓറിയൻറ്റേഷൻ, റീജിയോസെൻട്രിക് ഓറിയൻറ്റേഷൻ, അതേപോലെ ജിയോസെൻട്രിക് ഓറിയൻറ്റേഷൻ. സോ ഇതിൻ്റെ പറയുന്ന പേരാണ് നമ്മൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പേരാണ് EPRG സ്കീം എന്ന് പറയുന്നത്. E മീൻസ് എത്നോസെൻട്രിസം, P മീൻസ് പോളിസെൻട്രിസം, R മീൻസ് റീജിയോസെൻട്രിസം, G മീൻസ് ജിയോസെൻട്രിസം. സോ നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഈ EPRG സ്കീം ഓരോന്നും എന്താണ്, എത്നോസെൻട്രിസം എന്താണ്, പോളിസെൻട്രിസം എന്താണ്, റീജിയോസെൻട്രിസം എന്താണ്, ജിയോസെൻട്രിസം എന്താണ് എന്നുള്ളതാണ് നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എത്നോസെൻട്രിക് ഓറിയൻറ്റേഷനാണ്. എത്നോസെൻട്രിക് ഓറിയൻറ്റേഷനാണ്. സോ എത്നോസെൻട്രിക് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി അവരുടെ ഹോം കൺട്രി മാർക്കറ്റിനെയും, അല്ല എന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് കമ്പനിയെയും ഫോറിൻ മാർക്കറ്റിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യൂല. 2 മാർക്കറ്റും സെയിം ആയി കണ്ടുകൊണ്ട് അവർ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ എന്താണോ ചെയ്യുന്നത് ആ സെയിം സംഭവം തന്നെ ഫോറിൻ മാർക്കറ്റിലും അപ്ലൈ ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ എത്നോസെൻട്രിക് ഓറിയൻറ്റേഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. എത്നോസെൻട്രിക് ഓറിയൻറ്റേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതായത് അവരുടെ മെയിൻ ഫോക്കസ് എവിടെയാണ്? ഹോം കൺട്രിയിലാണ്. ഹോം കൺട്രിയിലാണ് അവരുടെ മെയിൻ ഫോക്കസ്. ഹോസ്റ്റ് കൺട്രിയിൽ അവർ ചെയ്യുന്നത് എന്താണ്? ഹോം കൺട്രിയിൽ എന്താണോ അവർ ചെയ്യുന്നത്, എന്ത് പ്ലാനാണോ അവർ പിന്തുടരുന്നത്, അല്ലെങ്കിൽ എന്ത് ഫോർമുലാസാണ് അവിടെ ഉണ്ടാക്കിയില്ല, എന്ത് സ്ട്രാറ്റജിയാണ് ഉണ്ടാക്കില്ല, ആ സെയിം സംഭവം തന്നെയാണ് അവർ ഹോസ്റ്റ് കൺട്രിയിലും ചെയ്യുക. അതിനെയാണ് നമ്മൾ എത്നോസെൻട്രിസം എന്ന് പറയുന്നത്. സോ മാനേജ്മെന്റ് ഓറിയന്റേഷൻ വരുന്നത് എന്താണ്? ഹോം കൺട്രി ഓറിയന്റേഷൻ ആണ്. ഹോം കൺട്രിക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. ഹോം കൺട്രിയിൽ ചെയ്യുന്ന സെയിം സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹോസ്റ്റ് കൺട്രിയിലും ചെയ്യുന്നത്. പുതുതായിട്ട് ഹോസ്റ്റ് കൺട്രിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ല. ഇപ്പം ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി അവർ ഇന്ത്യയിൽ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെ എന്ത് ചെയ്യുക? പുറത്തുള്ള അമേരിക്കയിലും പോയിട്ട് പ്രവർത്തിക്കുക. അതിനാണ് നമ്മൾ എത്നോസെൻട്രിസം എന്ന് പറയുന്നത്. ഇത് ശരിക്കും സ്യൂട്ടായിട്ടുള്ളത്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ബിസിനസ്സിലോട്ട് എൻ്റർ ചെയ്യുന്ന ചെറിയ സ്ഥാപനങ്ങൾ, അല്ല എന്നുണ്ടെങ്കിൽ മിനിമൽ ഇന്റർനാഷണൽ കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉള്ള സ്ഥാപനങ്ങൾക്കാണ് ഇത് എന്തായിട്ടുള്ളത്? സ്യൂട്ടായിട്ട് ഉള്ളത്. ഇതാണ് ശരിക്കും എത്നോസെൻട്രിസം എന്ന് പറയുന്നതിൻ്റെ ഒരു ബേസ്. സോ നമ്മൾക്ക് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ ആ എത്നോസെൻട്രിക് ഓറിയൻറ്റേഷനിൽ ഓവർസീസ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ വിദേശത്ത് ചെയ്യുന്ന ഓപ്പറേഷൻസിനെ നമ്മളൊരു സെക്കൻഡറി ആയിക്കൊണ്ടും പ്രൈമറി ഓപ്പറേഷൻ ആയിക്കൊണ്ടും നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഹോം കൺട്രിയാണ്. അതായത് ഓവർസീസ്
ഓപ്പറേഷൻസിനെ നമ്മൾ സെക്കൻഡറി ആയിട്ട് എടുക്കും. അതേപോലെ തന്നെ നമ്മുടെ ഹോം കൺട്രിയിൽ വെച്ചിട്ടുള്ള പ്രൊഡക്ഷൻ്റെ സർപ്ലസ്, അതായത് ഹോം കൺട്രിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ബാക്കിയുള്ള സർപ്ലസ് പ്രൊഡക്ഷൻ നമ്മൾ എവിടെ വിതരണം ചെയ്യും? ഓവർസീസിൽ. അങ്ങനെ ഈ സർപ്ലസ് പ്രൊഡക്ഷൻ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൈമറി സോഴ്സും ഒരു പ്രൈമറി ആയിട്ടുള്ള ഏരിയയും അതേപോലെ തന്നെ ടോട്ടൽ ബിസിനസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെക്കൻഡറി ഓപ്പറേഷനുമായിട്ടാണ് നമ്മൾ എന്തിനെ കാണുന്നത്? ഓവർസീസ് ഓപ്പറേഷൻസിന് അല്ലാന്നുണ്ടെങ്കിൽ ഫോറിൻ കൺട്രീസിൽ ചെയ്യുന്നതിനെ കാണുന്നത്. അതാണ് എത്നോസെൻട്രിസത്തിൻ്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെയിം ടെക്നിക്സ് ആൻഡ് പേഴ്സണൽ, അതായത് പേഴ്സണൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ആ കമ്പനിയുടെ കീ പൊസിഷൻസിൽ ഇരിക്കുന്ന ആൾക്കാർ, കമ്പനിയുടെ മുകളിൽ ഇരിക്കുന്ന കീ മാനേജീരിയൽ പേഴ്സൺസ്. സോ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സെയിം ടെക്നിക്സും അതേപോലെ തന്നെ കീ മാനേജീരിയൽ പേഴ്സൺസും തന്നെയായിരിക്കും എവിടെ ഉണ്ടാവുക? ഈ ഒരു എത്നോസെൻട്രിക് ഓറിയന്റേഷനിൽ വിദേശങ്ങളിൽ പ്രവർത്തിക്കാനും വേണ്ടിയിട്ട് ഉണ്ടാവുക. അതായത് ഹോം കൺട്രിയിൽ നമ്മൾ എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്? സെയിം ടെക്നിക്ക് തന്നെ, പുതുതായിട്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. അതാണ് സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ് മിക്സ് എന്ത് ചെയ്യാണ്? വലിയ മോഡിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ ഫോറിൻ മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുന്നതാണ് അപ്ലൈ ചെയ്യുന്നതാണ് എത്നോസെൻട്രിക് ഓറിയന്റേഷനിൽ വരുന്നത്. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഫോറിൻ മാർക്കറ്റിംഗ് ഓപ്പറേഷൻസിനെ പ്ലാൻ ചെയ്യുന്നതും ക്യാരി ഔട്ട് ചെയ്യുന്നതും എന്ത് ബേസിലാണ്? ഹോം ബേസിലാണ്. അതായത് ഹോം കൺട്രിയിൽ വെച്ചിട്ടാണ് ഫോറിൻ മാർക്കറ്റിലോട്ടുള്ള ഓപ്പറേഷൻസും അതേപോലെ തന്നെ ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്യുന്നതും ക്യാരി ചെയ്യുന്നതും. അതേപോലെ ഓവർസീസ് മാർക്കറ്റിംഗ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് എക്സ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് ഓവർസീസിലുള്ള മാർക്കറ്റിംഗ് കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ്? ഹോം കൺട്രിയിലുള്ള എക്സ്പോർട്ട്, ആ കമ്പനിയുടെ എക്സ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടുത്തെ ഫോറിൻ കൺട്രിയിലുള്ള മാർക്കറ്റിംഗിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നത്? ഹാൻഡിൽ ചെയ്യുന്നത്. സോ എത്നോസെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുള്ളൂ? എത്നോസെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി അവർ ഹോം കൺട്രിയിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ഹോസ്റ്റ് കൺട്രിയിലും കൊണ്ടുപോയിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെയിം ഫോർമുലാസ് അവിടെ പോയിട്ട് ചെയ്യുന്നതിന്, സെയിം സ്ട്രാറ്റജി അവിടെ പോയിട്ട് അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ എത്നോസെൻട്രിസം എന്ന് പറയുന്നത്. സോ ഇതിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെയാണ് വരുന്നത്? എത്നോസെൻട്രിസത്തിന്റെ എക്സ്റ്റൻഷൻ ഓഫ് ഡൊമസ്റ്റിക് സ്ട്രാറ്റജി ടു ഫോറിൻ മാർക്കറ്റ്. ഡൊമസ്റ്റിക് സ്ട്രാറ്റജി, ഡൊമസ്റ്റിക് കൺട്രിയിൽ നമ്മൾ ചെയ്യുന്ന സെയിം സ്ട്രാറ്റജി എന്ത് ചെയ്യാണ്? ഫോറിൻ മാർക്കറ്റിൽ കൂടി എക്സ്റ്റെൻഡ് ചെയ്യാണ്. പുതിയ സ്ട്രാറ്റജീസ് ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. കമ്പനിയുടെ ബേസിക് ഒബ്ജക്റ്റീവ് എന്താണ്? പ്രോഫിറ്റബിലിറ്റി തന്നെയാണ്. അതെപ്പോഴും അത് തന്നെ ആയിരിക്കും. എല്ലാ കമ്പനീസിൻ്റെയും ബേസിക് ഒബ്ജക്റ്റീവ് പ്രോഫിറ്റബിലിറ്റി തന്നെയായിരിക്കും. ടൈപ്പ് ഓഫ് ഗവേണൻസ് വരുന്നത് ടോപ്പ് ടു ഡൗൺ ആണ്. ടോപ്പ് ടു ഡൗൺ മീൻസ് ഡൊമസ്റ്റിക് കമ്പനി ഡൊമസ്റ്റിക് മാർക്കറ്റിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ടായിരിക്കും. ഏറ്റവും മുകളിൽ നിന്നായിരിക്കും താഴോട്ടായിരിക്കും ഗവേണൻസ് വരിക. സെയിം സംഭവം തന്നെയല്ലേ, നമ്മൾ പുതിയതായിട്ട് ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. സോ സെയിം തന്നെയാണ്, ടോപ്പ് ടു ഡൗൺ ആണ് ഗവേണൻസ് വരുന്നത്. കൾച്ചർ വരുന്നത് ഹോം കൺട്രിയുടെ കൾച്ചറാണ് വരുന്നത്. ഹോം കൺട്രിക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് വരുന്നത്. ഹോം കൺട്രിയുടെ കൾച്ചേഴ്സാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. ടെക്നോളജി, എന്ത് ടെക്നോളജി? പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി മാസ് പ്രൊഡക്ഷനാണ്. ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ആവശ്യമുള്ളത് ഇവിടെ വിതരണം ചെയ്യുക. ബാക്കി വരുന്നത് എന്ത് ചെയ്യുക? ഫോറിൻ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? വിതരണം ചെയ്യുക. അതാണ് അവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക്സ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രാക്ടീസസ് വരുന്നത് ഓവർസീസ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിലുള്ള ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുന്ന ആര് തന്നെയാണ്? ഹോം കൺട്രിയിലുള്ള ആൾക്കാരനെയാണ് എന്ത് ചെയ്യുന്നത്? ഓവർസീസ് പ്രൊഡക്ഷൻസ് അല്ലെങ്കിൽ ഓവർസീസ് ഓപ്പറേഷൻസ് എന്ത് ചെയ്യുന്നത്? മാനേജ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആയിട്ട് മാനേജീരിയൽ പ്രീ ഡിസ്പോസിഷൻ. മാനേജർ or MNC rely on values and interest of parent company in formulating and implementing strategic plan. മാനേജർ അല്ലാന്നുണ്ടെങ്കിൽ ആ മൾട്ടിനാഷണൽ കോർപ്പറേഷന് അവരെന്താ ചെയ്യുന്നത്? പാരന്റ് കമ്പനി മീൻസ് നമ്മുടെ ഡൊമസ്റ്റിക് കമ്പനി, ആ ഡൊമസ്റ്റിക് കമ്പനിയുടെ വാല്യൂസ് ആൻഡ് ഇൻട്രസ്റ്റിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. എപ്പോൾ നമ്മൾ സ്ട്രാറ്റജിക് പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യുമ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പാരന്റ് കമ്പനിയുടെ വാല്യൂസ് ആൻഡ് ഇൻട്രസ്റ്റുകൾക്കാണ് എന്ത് ചെയ്യുന്നത്? പ്രാധാന്യം കൊടുക്കുന്നത്. സോ എത്നോസെൻട്രിക് അല്ലാന്നുണ്ടെങ്കിൽ എത്നോസെൻട്രിസം അല്ലെങ്കിൽ എത്നോസെൻട്രിക് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയിം കമ്പനി, ഒരു ഡൊമസ്റ്റിക്കിൽ പ്രവർത്തിക്കുന്ന അവരുടെ സെയിം പ്രവർത്തനം തന്നെ നേരെ കൊണ്ടായിട്ട് ഹോസ്റ്റ് കൺട്രിയിലും ഫോറിൻ മാർക്കറ്റിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എത്നോസെൻട്രിസം അല്ലെങ്കിൽ എത്നോസെൻട്രിക് ഓറിയന്റേഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഇതിന്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് 2 മെറിറ്റ്സ് ആണ് പ്രധാനമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ല,
നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് മെറിറ്റ് എന്ന് പറയുന്നത് നോ കോസ്റ്റ് ആൻഡ് എഫേർട്സ് നീഡഡ് ഫോർ അഡാപ്റ്റേഷൻ ഓർ ലോക്കലൈസേഷൻ. നമ്മൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പുതിയതായിട്ട് കോസ്റ്റ് ചിലവാക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പുതിയ പ്ലാൻ ഉണ്ടാക്കുന്നില്ല, അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ പുതിയ കീ മാനേജറിയൽ പേഴ്സൺസിനെ വെക്കുന്നില്ല, പുതിയ സ്ട്രാറ്റജികൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഇവിടുത്തെ നേരെ എക്സ്റ്റെൻഡ് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് എന്തില്ല, അഡീഷണൽ കോസ്റ്റുകൾ, പുതിയ കോസ്റ്റുകളും എഫേർട്ടുകളൊന്നും എന്തില്ല, ആവശ്യമായിട്ട് വരുന്നില്ല. സെക്കൻഡ് മെറിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഈസി റൂട്ട് ടു ഇന്റർനാഷണലൈസേഷൻ വെൻ ഫോറിൻ മാർക്കറ്റ് എക്സിസ്റ്റ് വിത്ത് സിമിലർ ഡൊമസ്റ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഇന്റർനാഷണലൈസേഷന്റെ ഒരു ഈസിയസ്റ്റ് റൂട്ടാണ് ഈ ഒരു എത്നോ സെൻട്രിക് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ അതേ ഡൊമസ്റ്റിക് മാർക്കറ്റിലുള്ള അതേപോലത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഫോറിൻ മാർക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇത് ചെയ്യാം. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന പല പ്രൊഡക്റ്റും നമ്മൾ അതേപോലെ തന്നെ സൗദി അറേബ്യയിൽ എന്തുണ്ട്, വിൽക്കുന്നുണ്ട്. ചില ഏരിയകളിൽ ആ സെയിം ഒരു മാർക്കറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതുകൊണ്ട് അത് ഈസി ആയിട്ടുള്ള കാര്യമായിട്ട് വരുന്നത്. അതാണ് 2 മെറിറ്റ്സ് ആയിട്ട് വരുന്നത്. ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് നോ ഫുൾ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് വേൾഡ് വൈഡ്. നമ്മൾ ഇന്റർനാഷണൽ ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റീസ് മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ല. നമ്മളൊരു ചെറിയ ഭാഗം മാത്രമാണ് എന്ത് ചെയ്യുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മെയിൻ ഫോക്കസ് ഓൺ ഡൊമസ്റ്റിക് മാർക്കറ്റ്. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എവിടെയാണ്, ഡൊമസ്റ്റിക് മാർക്കറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും ഫോറിൻ മാർക്കറ്റിലല്ല നമ്മുടെ ഫോക്കസ് പോകുന്നത്. നമ്മുടെ ഫോക്കസ് എവിടെയാണ്, ഡൊമസ്റ്റിക് മാർക്കറ്റാണ്. സർപ്ലസ് പ്രൊഡക്ഷനാണ് നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നത്, ഫോറിൻ മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത്. ഇതാണ് എത്നോ സെൻട്രിസത്തെ കുറിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. നമുക്ക് 2 ഉദാഹരണം നോക്കാം. നിസാൻ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലോകത്തിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓട്ടോമൊബൈൽ പ്രൊഡ്യൂസേഴ്സാണ് നിസാൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നിങ്ങൾ ലോഗോ കണ്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാവും. നിങ്ങൾ ഒരുപാട് വാഹനങ്ങൾ നിസാൻ്റെത് കണ്ടിട്ടുണ്ടാവും. നിസാൻ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് കമ്പനിയാണ്. നിസാൻ എന്ത് ചെയ്തു, അതിൻ്റെ എക്സ്പോർട്ടിങ്, അതിൻ്റെ കാറുകളും ട്രക്കുകളൊക്കെ അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ആദ്യ സമയങ്ങളിൽ, നിസാൻ അമേരിക്കയിലോട്ടുള്ള എക്സ്പോർട്ട് തുടങ്ങിയ ആദ്യ സമയങ്ങളിൽ അവർ ഈ ഒരു എത്നോസെൻട്രിക് ഓറിയന്റേഷനാണ് യൂസ് ചെയ്തത്. അതായത് അവർ മിഡ് ജാപ്പാനീസ് വിൻഡേഴ്സിന് ആവശ്യമായിട്ടുള്ള, അതായത് അവർ ജപ്പാനിൽ എങ്ങനെയുള്ള കാറുകളാണ് ഇറക്കിയത്, സെയിം കാറുകളാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലോട്ട് എന്ത് ചെയ്തത്, എക്സ്പോർട്ട് ചെയ്തത്. അതാണ് എത്നോസെൻട്രിസം. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ചെയ്യുന്ന അതേപോലെ ഫോറിൻ മാർക്കറ്റിലോട്ട് ചെയ്യുക. സോ അവർ ജപ്പാനിൽ ചെയ്ത സെയിം കാറുകൾ തന്നെ എന്ത് ചെയ്തു, അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്തു. ജപ്പാനും അമേരിക്കയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. വിന്ററിന്റെ സമയത്ത് ജപ്പാനിലൊരു മിഡ് വിന്ററാണ്, അതായത് വലിയ കൊടും തണുപ്പുള്ള ഏരിയകൾ കുറവാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു തണുപ്പിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിലാണ് നിസാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കാറുകൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അതായത് ജപ്പാനിലെ മിഡ് വിന്റേഴ്സിന് വേണ്ടിയിട്ടാണ് കാർ രൂപകൽപ്പന ചെയ്തത്. പക്ഷേ അമേരിക്കയിലെ ചില കോൾഡ് വിന്റർ മന്ത്സിൽ, അതായത് അതിശൈത്യകാലങ്ങളിൽ, നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും അമേരിക്കയിലും കാനഡയിലൊക്കെ ഡോറ് തുറക്കുമ്പോഴേക്ക് മുഴുവൻ മഞ്ഞു മൂടി കിടക്കുന്ന സാഹചര്യങ്ങൾ. സോ അമേരിക്കയിലെ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഈ നിസാന്റെ കാർ എന്ത് ചെയ്യില്ല, സ്റ്റാർട്ട് ചെയ്യൂല. കാരണം അത്രയും തണുപ്പ് കാറിന് എന്ത് ചെയ്യാൻ കഴിയില്ല, താങ്ങാൻ വേണ്ടിയിട്ട് കഴിയൂല. നോർത്തേൺ ജപ്പാനിൽ പല കാർ ഓണേഴ്സും ചെയ്തിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാറുകൾക്ക് മുകളിൽ അവരെന്ത് ചെയ്യും, ബ്ലാങ്കറ്റുകൾ എന്ത് ചെയ്യും, കൊണ്ടുപോയിടും. കാറുകൾക്ക് മുകളിൽ ബ്ലാങ്കറ്റുകൾ കൊണ്ടുപോയിടും. അപ്പോൾ വല്ലാതെ തണുപ്പ് കയറാത്തതുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാവും. ഈ നിസാൻകാർ വിശ്വസിച്ചിരുന്ന അമേരിക്കക്കാർ ഇതേപോലെ ബ്ലാങ്കറ്റ് കൊണ്ടുപോയിടുന്നതാണ് അവരുടെ ഹോം കൺട്രിയിൽ അവർ ചെയ്യുന്ന കാര്യം. പക്ഷെ അമേരിക്കക്കാർ അങ്ങനെ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് നിസാൻ എന്തായിരുന്നു, ഭയങ്കര മോശമായിരുന്നു അമേരിക്കയിൽ. അതിൻ്റെ ശേഷം പിന്നെ അവർ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള വാഹനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ശേഷമാണ് അവിടെ ക്ലച്ച് പിടിക്കുന്നത്. സോ ഫസ്റ്റ് അവർ ചെയ്തിട്ടുള്ള എത്നോസെൻട്രിസ് ആയിരുന്നു. അവരുടെ ഹോം കൺട്രിയിൽ ജപ്പാനിൽ വിറ്റിരുന്ന സെയിം സാധനം നേരെ കൊണ്ടുപോയിട്ട് അമേരിക്കയിൽ എന്ത് ചെയ്തു, എക്സ്പോർട്ട് ചെയ്തു. പക്ഷെ രണ്ടിൻ്റെയും കാലാവസ്ഥകൾ തമ്മിൽ ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ പണി അവിടെ എന്തായി, പാളിപ്പോയി. സോ അതാണ് ഫസ്റ്റ് ഒരു എത്നോസെൻട്രിസത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ഉദാഹരണമായിട്ട് പറയാനുള്ളത് ബോഷ് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു എംബ്ലം, ഈ ഒരു ലോഗോ, ബോഷിൻ്റെ ഈ ഒരു ലോഗോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ജർമ്മൻ മൾട്ടിനാഷണൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോണിക് കമ്പനീസാണ് ബോഷ് എന്ന് പറയുന്നത്. സ്റ്റുഗർട്ടിൻ്റെ അടുത്ത് ജെർലിംഗൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള ഒരു മൾട്ടിനാഷണൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോണിക്സ് കമ്പനി, ഒരു ജർമ്മൻ കമ്പനിയാണ് ബോഷ് എന്ന് പറയുന്നത്. 2011 റവന്യൂസ് വെച്ചിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടോമോട്ടീവ് കോമ്പോണൻസ് വിൽക്കുന്ന കമ്പനി ബോഷ് ആയിരുന്നു.
ഇപ്പോഴും ഏകദേശം അങ്ങനെ തന്നെയാണ്. അതായത് ഇവർ വിൽക്കുന്നത് നമ്മുടെ ഈ എൻജിനീയറിംഗ് പ്രൊഡക്ട്സ്, അതേപോലെ തന്നെ നമ്മളെ എന്താണ് പറയുക, സ്പെയർ പാർട്സുകളൊക്കെയാണ് ഇവർ വിൽക്കുന്നത്. വാഹനത്തിലോട്ട് ആവശ്യമായിട്ടുള്ള പാർട്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബോഷ് എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത്. പാർട്സുകളാണ് ഇവർ വിൽക്കുന്നത്, ബോഷ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ ഈ ബോഷ് എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്നോസെൻട്രിസ് ആണ്. കാരണം ബോഷ് എന്ന് പറയുന്നത് ജർമ്മൻ ടെക്നോളജിയിൽ അത്രമാത്രം വിശ്വസിക്കുകയും അവരുടെ ജർമ്മനിയിൽ അവർ വിൽക്കുന്ന സെയിം സാധനം തന്നെയാണ് അവർ എന്ത് ചെയ്യുന്നത്, എക്സ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തിൻ്റെ എല്ലാ കോണിലും ആ ഒരു ജർമ്മൻ ടെക്നോളജിയിൽ വിശ്വസിച്ചുകൊണ്ട് ആ ജർമ്മൻ ടെക്നോളജിയിലുള്ള ജർമ്മൻ എഞ്ചിനീയറിംഗിൽ വിശ്വസിച്ച് അവരുടെ ആ ഒരു ജർമ്മൻ എഞ്ചിനീയറിംഗിൽ ഉണ്ടാക്കിയിട്ടുള്ള സെയിം പ്രൊഡക്റ്റുകളാണ് അവരെല്ലാ സ്ഥലത്തും എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത്. അല്ലെങ്കിൽ അമേരിക്കയിലെത്തുമ്പോൾ അമേരിക്കയിലെ ഒരു ക്വാളിറ്റി നോക്കിയിട്ട് അങ്ങനെയൊന്നുമല്ല അവർ ചെയ്യുന്നത്. അവർ ആ ജർമ്മൻ എഞ്ചിനീയറിംഗിനെ അവരെന്ത് ചെയ്യുന്നു, ബിലീവ് ചെയ്യുന്നു. അതേപോലെ തന്നെ അവർ ആ ഒരു അപ്രോച്ച് വെച്ചിട്ടാണ് അവർ പ്രൊഡക്ട്സ് എന്ത് ചെയ്യുന്നത്, പ്രൊമോഷൻ നടത്തുന്നത്. സോ അതും എന്തിൻ്റെ ഒരു ഉദാഹരണമാണ്, എത്നോസെൻട്രിസത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. സോ അതാണ് EPRG മോഡലിലെ ഫസ്റ്റ് ഓറിയന്റേഷൻ ആയിട്ട് വരുന്നത്. ഇ മീൻസ് എത്നോസെൻട്രിസം ഓർ എത്നോസെൻട്രിക് ഓറിയന്റേഷൻ. ഇനി സെക്കൻഡ് വൺ ആയിട്ട് വരുന്നത് ഏതാണ്, പോളിസെൻട്രിസം ആണ്. പോളിസെൻട്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എത്നോസെൻട്രിസത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, പോളിസെൻട്രിസം എന്ന് പറയുന്നത്. എത്നോസെൻട്രിസത്തിൽ നമ്മൾ ഹോം കൺട്രിയുടെ, അതായത് ഡൊമസ്റ്റിക് കൺട്രിയുടെ സെയിം സ്ട്രാറ്റജീസ് ആൻഡ് പ്ലാനുകൾ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഹോസ്റ്റ് കൺട്രിയിൽ നടപ്പാക്കുകയാണ്. പക്ഷെ പോളിസെൻട്രിസത്തിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിസിനസ് ചെയ്യുന്ന കമ്പനി, അവർ ബിസിനസ് ചെയ്യുന്ന കൺട്രി, ആ കൺട്രിയുടെ ആവശ്യങ്ങൾ നോക്കിയിട്ട് പ്രവർത്തിക്കുക. അതായത് ഒരു കമ്പനി പുറത്തുള്ള ഒരു രാജ്യത്ത് ബിസിനസ് ചെയ്യുമ്പോൾ ആ രാജ്യത്ത് അവരെന്താ കോൺസെൻട്രേറ്റ് ചെയ്യുക, ആ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ അവർ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനി അവർ USA ബിസിനസ് ചെയ്യുന്നുണ്ട്. സോ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ നീഡ്സ് ആൻഡ് വാണ്ട്സ്, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ആണ് നോക്കുക. അമേരിക്കയിലോട്ട് അതിനനുസരിച്ചാണ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യുക, പ്ലാൻസും സ്ട്രാറ്റജീസൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അമേരിക്കയിലെത്തുമ്പോൾ അവരെന്ത് ചെയ്യും, അമേരിക്കയിലെ കസ്റ്റമേഴ്സിനെ നോക്കും, അതിനാവശ്യമായിട്ടുള്ള സ്ട്രാറ്റജീസും പ്ലാനും നോക്കും. അവർ UK ചെല്ലുമ്പോൾ UKത്ത് നോക്കും. ഇങ്ങനെ ഓരോ കൺട്രിക്കും എന്ത് ചെയ്യും, അവർ ഓരോ വ്യത്യസ്തമായിട്ടുള്ള പ്ലാനുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. അതാണ് പോളിസെൻട്രിസത്തിൽ വരുന്നത്. സോ മാനേജ്മെന്റ് ഓറിയന്റേഷൻ വരുന്നത് ഹോസ്റ്റ് കൺട്രി ഓറിയന്റേഷൻ ആണ്. ഹോം കൺട്രി ഓറിയന്റേഷൻ ആണ് എത്നോസെൻട്രിക്കിൽ വന്നത്. പക്ഷെ പോളിസെൻട്രിസത്തിൽ വന്നത് ഹോസ്റ്റ് കൺട്രിയാണ്. അവരെ ഹോസ്റ്റ് ചെയ്യുന്ന, അല്ലാന്നുണ്ടെങ്കിൽ അവർ ബിസിനസ് ചെയ്യുന്ന ആ കൺട്രിയാണ് അവരെന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഹോം കൺട്രി അല്ല ഫോക്കസ് ചെയ്യുന്നത്. അവരിപ്പോൾ 10 ഹോസ്റ്റ് കൺട്രികളിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ കൺട്രിയിലും പോകുമ്പോൾ അവിടെ ആ ഹോസ്റ്റ് കൺട്രിയാണ് അവരെന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. മാർക്കറ്റിനെ കുറിച്ച്, ഈ ഒരു പോളിസെൻട്രിസത്തിൽ മാർക്കറ്റിനെ കുറിച്ചുള്ള പെർസെപ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നാഷണൽ മാർക്കറ്റും, അതായത് ഓരോ രാജ്യത്തിൻ്റെ മാർക്കറ്റ് എന്താണ്, ഡിഫറൻ്റ് ആണ്. ഓരോ നാഷണലിൻ്റെ മാർക്കറ്റും ഡിഫറൻ്റ് ആണ്. അതേപോലെ തന്നെ പോളിസെൻട്രിക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം കൺട്രിയും ഫോറിൻ കൺട്രിയും തമ്മിലുള്ള ഡിഫറൻസുകളിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ശരിക്കും ഇപ്പോൾ ഇന്ത്യയിൽ വിൽക്കുന്ന ഒരു സെയിം സാധനം ആ സെയിം ക്വാളിറ്റിയിൽ അമേരിക്കയിൽ വിറ്റാൽ ചിലപ്പോൾ ചിലവായിക്കൊള്ളണമെന്നില്ല. നമ്മൾ എത്നോസെൻട്രിസത്തിൽ ചെയ്യുക അതാണ്. അതിപ്പോൾ നേരത്തെ നിസാന് പറഞ്ഞ പോലെ അത് പാളിപ്പോയി. പക്ഷെ നിസാന് പിന്നെന്ത് ചെയ്തു, അമേരിക്കക്ക് ആവശ്യമായിട്ടുള്ളത് ചെയ്തു. അപ്പോൾ അവരെന്തിലോട്ട് കടന്നു, പോളിസെൻട്രിസത്തിലോട്ട് കടന്നു. അതായത് ആ രാജ്യം ഹോസ്റ്റ് കൺട്രിക്ക് ആവശ്യമായിട്ടുള്ളത് അവർ ചെയ്യലോട്ടി. സോ അതാണ് എന്തെന്ന് പറയുന്നത്, പോളിസെൻട്രിസം എന്ന് പറയുന്നത്. സോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വരുന്നത് ലോക്കലൈസേഷൻ ഓർ അഡാപ്റ്റൈസേഷൻ ആണ്. ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹോസ്റ്റ് കൺട്രിയുടെ ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക. അവർ ആ ഒരു ലോക്കലായിട്ടുള്ള രീതിയിൽ, ലോക്കൽ മീൻസ് മോശപ്പെട്ടതെന്നല്ല, ആ ഒരു ലൊക്കാലിറ്റിയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അഡാപ്റ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ രീതികൾ എന്ത് ചെയ്യുക, അഡാപ്റ്റ് ചെയ്യുക. സോ അതാണ് പോളിസെൻട്രിക്കിൽ കമ്പനികൾ ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇവിടുത്തെ കമ്പനിയുടെ ബേസിക് ഒബ്ജക്റ്റീവ് എന്താണ് വരുന്നത്, പബ്ലിക് അക്സെപ്റ്റൻസ് ആണ് വരുന്നത്. ആ ഒരു ഹോസ്റ്റ് കൺട്രിയിലെ പബ്ലിക്കിന്റെ അക്സെപ്റ്റൻസ് ആണ് ഇവിടുത്തെ ബേസിക് ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. ഇവിടുത്തെ ടൈപ്പ് ഓഫ് ഗവേണൻസ് വരുന്നത് ഈച്ച് ലോക്കൽ യൂണിറ്റ് സെറ്റ്സ് ഒബ്ജക്റ്റീവ്, ബോട്ടം അപ്പ് ആണ്, താഴെ നിന്ന് മേലോട്ടാണ്. അതായത് ഓരോ ഹോസ്റ്റ് കൺട്രിയിലെയും ആൾക്കാരാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുക. എന്നിട്ടാണ് അത് നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാവില്ല ഹോം കൺട്രിയിൽ, അങ്ങോട്ട് പറയാം. സോ താഴെക്കടയിൽ നിന്ന് മേലോട്ടാണ്, ബോട്ടം ടു അപ്പ് ആണ് ഇവിടുത്തെ ടൈപ്പ് ഓഫ് ഗവേണൻസ് വരുന്നത്. സോ കൾച്ചർ വരുന്നത് ഹോസ്റ്റ് കൺട്രിയുടെ കൾച്ചറാണ് ആ ബിസിനസ് സ്ഥാപനത്തിന് ആ രാജ്യത്ത് വരിക. എത്നോസെൻട്രിക്കിന് എവിടെ പോയാലും അവരുടെ കൾച്ചർ ഹോം കൺട്രിയുടേതായിരുന്നു. പക്ഷെ പോളിസെൻട്രിക്കിന് വരുന്നത് ആ ഒരു രാജ്യത്ത് അവർക്ക് എന്തിൻ്റെ കൾച്ചറായിരിക്കും, ആ ഹോസ്റ്റ് കൺട്രിയുടെ കൾച്ചറായിരിക്കും. സോ ഇവർ ഉപയോഗിക്കുന്ന പ്രൊഡക്ഷൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് ബാച്ച് പ്രൊഡക്ഷനാണ്.
ആവശ്യങ്ങൾ നോക്കിയിട്ട് ഓരോ ബാച്ചായി തിരിച്ചുകൊണ്ട് എത്നോസെൻട്രിക്കിൽ മാസമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും, എന്നിട്ട് നമ്മുടെ നാട്ടിൽ വിൽക്കുക, ബാക്കിയുള്ള കയറ്റി അയക്കുക. ഇവരങ്ങനല്ല, ഓരോ ഹോസ്റ്റ് കൺട്രിക്ക് ആവശ്യമായിട്ടുള്ളത് ഓരോ സ്ഥലത്ത് എന്ത് ചെയ്യുക, ബാച്ചായിട്ട് അവരെന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രാക്ടീസ് വരുന്നത്, HRM പ്രാക്ടീസസ് വരുന്നത് ഓരോ രാജ്യത്തും അവിടുത്തെ കീ മാനേജറിയൽ പൊസിഷൻസിലോട്ട് ആ രാജ്യത്തെ ലോക്കൽ നാഷണൽസിന് എന്ത് ചെയ്യും, അപ്പോയിന്റ് ചെയ്യും. അമേരിക്കയിൽ അമേരിക്കക്കാരെ അപ്പോയിന്റ് ചെയ്യും, ബ്രിട്ടനിൽ പോകുമ്പോൾ ബ്രിട്ടീഷുകാരെ അപ്പോയിന്റ് ചെയ്യും, ഫ്രാൻസിൽ പോകുമ്പോൾ ഫ്രഞ്ച് പീപ്പിൾസിനെ അപ്പോയിന്റ് ചെയ്യും, ജർമ്മനി പോകുമ്പോൾ ജർമ്മൻ പീപ്പിളിനെ അപ്പോയിന്റ് ചെയ്യും, ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യക്കാരെ അപ്പോയിന്റ് ചെയ്യും. അങ്ങനെയാണ് ഇവരുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രാക്ടീസ് വരുന്നത്. ഇനി മാനേജറിയൽ പ്രീഡിസ്പോസിഷൻ വരുന്നത് MNC എന്ത് ചെയ്യും, അവിടുത്തെ ലോക്കൽ ആൾക്കാരുടെ, അതായത് ആ രാജ്യത്തിന്റെ ആൾക്കാരുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജിക് പ്ലാൻ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. അമേരിക്കയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അമേരിക്കക്കാരുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്ലാൻസ് അവിടെ ഉണ്ടാക്കും. നൈജീരിയയിൽ ചെല്ലുമ്പോൾ നൈജീരിയൻസിന്റെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കും. ഇങ്ങനെ ഓരോ സ്ഥലത്തും അവരുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പോളിസെൻട്രിക്കിലെ മാനേജീരിയൽ പ്രീ ഡിസ്പോസിഷൻ ആയിക്കൊണ്ട് വരുന്നത്. ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർസീസ് മാർക്കറ്റുകളിലുള്ള ഡിഫറൻസുകൾക്ക്, ഓവർസീസ് മാർക്കറ്റും ഹോം കൺട്രിയിലെ മാർക്കറ്റും പല കൺട്രീസിലെ മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസുകൾക്കാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇവർ ആ ഒരു ഡിഫറൻസുകളുടെ ഇമ്പോർട്ടൻസ് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഓരോ കൺട്രിയുടെയും മാർക്കറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസുകളുടെ ഇമ്പോർട്ടൻസ്, അമേരിക്കൻ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസിന്റെ ഇമ്പോർട്ടൻസ് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. അത് റെക്കഗ്നൈസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവർ രണ്ട് സ്ഥലത്തേക്ക് രണ്ട് രീതിയിലുള്ള പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്, രണ്ട് രീതിയിലുള്ള പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് subsidiaries are established in overseas market and each is independent with own marketing objectives and plans. ഓരോ ഓവർസീസ് മാർക്കറ്റിലും സബ്സിഡറീസ്, ആ കമ്പനിയുടെ ഓരോ സബ്സിഡറീസ് എന്ത് ചെയ്യും, നമ്മൾ ഓരോ ഫോറിൻ മാർക്കറ്റിലും നമ്മൾ ഓരോ സബ്സിഡറീസ് നമ്മൾ ഉണ്ടാക്കും. എന്നിട്ട് ആ ഓരോ സബ്സിഡറീസും അവരുടെ ആ രാജ്യത്തോട്ട് ആവശ്യമായിട്ടുള്ള മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്ലാൻസ് വെച്ചിട്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്ലാൻസ് വെച്ചിട്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. അതാണ് സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ലോക്കൽ ടെക്നിക്സ് ആൻഡ് പേഴ്സണൽ ബെസ്റ്റ് സ്യൂട്ടഡ് ടു ഡീൽ വിത്ത് ലോക്കൽ മാർക്കറ്റ് കണ്ടീഷൻസ്. ഓരോ രാജ്യത്തെയും ലോക്കൽ മാർക്കറ്റ് അവരുമായിട്ട് ഡീല് ചെയ്യാൻ ഏറ്റവും നല്ലതാരാണ്, ആ രാജ്യത്തെ ആൾക്കാരും ആ രാജ്യത്തെ ടെക്നിക്കും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അമേരിക്കയിൽ ഡീൽ ചെയ്യാൻ ഏറ്റവും നല്ല അമേരിക്കൻസ് ആണ്, അതേപോലെ തന്നെ അവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ്. അല്ലാതെ അമേരിക്കയിൽ ഡീൽ ചെയ്യാൻ ഏറ്റവും നല്ലത് സൗദി അറേബ്യൻ ആൾക്കാരും ഇന്ത്യൻ ടെക്നിക്സും അല്ല. അതാണ് ഈ പോളിസെൻട്രിക് എന്ത് ചെയ്യുന്നത്, വിചാരിക്കുന്നത്. ഇനി ഫോർത്ത് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഓർഗനൈസ്ഡ് ഓൺ കൺട്രി ടു കൺട്രി ബേസിസ് വിത്ത് സെപ്പറേറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോർ ഓൾ. ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കൺട്രിക്കും സെപ്പറേറ്റ് ആയിക്കൊണ്ട്, ഓരോ കൺട്രി ടു കൺട്രി ബേസ്, ഓരോന്നിനും എന്താണ് സെപ്പറേറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് എന്ത് ചെയ്യുന്നത്, ഓരോ കൺട്രിക്കും സെപ്പറേറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് പോളിസെൻട്രിക് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾക്ക് എക്സാമ്പിൾ മെറിറ്റ്സ്, നെക്സ്റ്റ് ആയിട്ട് പോളിസെൻട്രിക്കിന്റെ മെറിറ്റ്സ് വരുന്നത് അഡാപ്റ്റേഷൻ ടു മാർക്കറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഹെൽപ്പ് ഇൻ ബെറ്റർ. അവിടുത്തെ ഓരോ ഹോസ്റ്റ് കൺട്രിയുടെയും മാർക്കറ്റ്, അവിടുത്തെ കണ്ടീഷന് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാണ്, നമ്മൾക്ക് ഒന്നും കൂടി ആ കമ്പനിക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യും, സഹായിക്കും. ആ ലോക്കൽ ടെക്നിക്സ്, ലോക്കൽ പേഴ്സണൽസ്, ലോക്കൽ ആൾക്കാരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ്, സോ ഇതിനെല്ലാം നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് എന്ത് ചെയ്യും, കുറച്ചുകൂടി നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സെക്കൻഡായിട്ട് വരുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലോക്കൽ നീഡ്സ് വിച്ച് വിൽ ലീഡ് ടു ബെറ്റർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ. ലോക്കൽ നീഡ്സിനെ നമ്മൾ മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ, ലോക്കൽ നീഡ്സിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യുക, അവിടുത്തെ ആ ഒരു മാർക്കറ്റ് പൊട്ടൻഷ്യലിനെ നമ്മൾക്ക് മാക്സിമം എന്ത് ചെയ്യുക, എക്സ്പ്ലോയിറ്റ് ചെയ്യുക. അമേരിക്കയിൽ എന്താണ് ആവശ്യം, എങ്ങനെയുള്ള പ്രൊഡക്ട്സ് ആണ് ആവശ്യം, എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നെല്ലാം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ മാക്സിമം സെയിൽസ് ഉണ്ടായിക്കൊണ്ട് മാക്സിമം പ്രോഫിറ്റ് അവിടെ നിന്ന് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോരാ. അതാണ് സെക്കൻഡ് മെറിറ്റ് ആയിട്ട് വരുന്നത്. ഇനി ഡിമെറിറ്റ്സ് നോക്കുന്ന സമയത്ത് ഹൈ കോസ്റ്റ് ഓഫ് നാഷണൽ റെസ്പോൺസീവ് മാർക്കറ്റിംഗ് മിക്സ് ഫോർ ഈച്ച് കൺട്രി.
ഓരോ രാജ്യത്തിനും എന്ത് വേണം, ഓരോ സെപ്പറേറ്റ് മാർക്കറ്റിംഗ് മിക്സ് വേണം, സെപ്പറേറ്റ് പ്രൊഡക്റ്റുകൾ വേണം, സെപ്പറേറ്റ് മാർക്കറ്റിംഗ് ടെക്നിക്സ് വേണം, സെപ്പറേറ്റ് മാനേജീരിയൽ പേഴ്സൺസ് വേണം. ഇതെല്ലാം എന്താണ്, ഹൈ കോസ്റ്റ് ആണ്. എത്നോസെൻട്രിസത്തിൽ ഇത് എല്ലാത്തിനും ഒരാൾ മതിയായിരുന്നു, അല്ലെങ്കിൽ ഒരേ ഒന്ന് മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഇല്ലായിരുന്നു. ഇവിടെ എന്താണ്, ഹൈ കോസ്റ്റ് ആണ്. സെക്കൻഡ് ആയിട്ട് വരുന്നത് ഡിലേ ഇൻ ലോക്കലൈസേഷനിൽ വരുന്ന ഡിലേ. എത്നോസെൻട്രിക് ആവുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഇന്ത്യയിൽ ചെയ്യുന്ന തന്നെ സെയിം തന്നെ നമ്മൾ എല്ലായിടത്തും കൊണ്ടു കിട്ടീന്. അപ്പം അതിന് ഡിലേ ഒന്നുമില്ല, ഇവിടെ മാസമായിട്ട് പ്രൊഡക്ഷൻ നടത്തിയാൽ മതി. പക്ഷേ നമ്മൾ പോളിസെൻട്രിസത്തിലോട്ട് ചെല്ലുന്ന സമയത്ത് എന്ത് വരും, അവിടുത്തെ ഓരോന്നിനെയും ലോക്കലായിട്ടുള്ള കൾച്ചറിനെയും അവിടുത്തെ ലോക്കലായിട്ടുള്ള ടെക്നിക്സും കാര്യങ്ങളും നീഡ്സ് ആൻഡ് വാണ്ട്സ് ഒക്കെ നമ്മൾ അറിഞ്ഞുണ്ടാക്കി അതിൻ്റെ ശേഷം പ്രൊഡക്ഷൻ തുടങ്ങണം. സോ അതിന് എന്ത് വരും, ഒരു ചെറിയ ഡിലേ വരും. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട്, പോളിസെൻട്രിസത്തിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് വരുന്നത്. സോ പോളിസെൻട്രിസം എന്ന് പറയുന്നത് ആ കമ്പനി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആർക്കാണ്, ഹോസ്റ്റ് കൺട്രിക്കാണ്. ഓരോ ഹോസ്റ്റ് കൺട്രിയുടെയും ആവശ്യങ്ങൾ നോക്കിയിട്ട് അതിനാണ് അവരെന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ അതാണ് പോളിസെൻട്രിസം. നമുക്ക് 2 ഉദാഹരണങ്ങൾ നോക്കാം. സോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് മക്ഡൊണാൾഡ്സ്. ഈ മക്ഡൊണാൾഡ്സിൻ്റെ ഈ ഒരു എംബ്ലം ഉണ്ടല്ലോ, ഈ ഒരു ലോഗോ, ഇത് കണ്ടാൽ എല്ലാവർക്കും അറിയുണ്ടാവും. നിങ്ങൾക്ക് എന്തായാലും കുറച്ച് ലോഗോസ് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയണേ. PG-കാരാണ്, നമുക്ക് MCOM ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല, എങ്കിൽ കൂടി നമ്മുടെ ഭാവിയിൽ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും കാര്യങ്ങൾക്കും ആവശ്യമുണ്ടാവും. ലോഗോസ് കണ്ടാൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, കഴിയണം. സോ മക്ഡൊണാൾഡ്സിൻ്റെ ബർഗേഴ്സ് നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. മക്ഡൊണാൾഡ്സ് കഴിച്ചിട്ടില്ലെങ്കിൽ മറ്റു ബർഗേഴ്സ് കഴിച്ചിട്ടുണ്ടാവും. മക്ഡൊണാൾഡ്സ് നമ്മുടെ മലപ്പുറത്തൊന്നും അത്ര പെട്ടെന്ന് കിട്ടില്ല എന്ന് തോന്നുന്നു. സോ മക്ഡൊണാൾഡ്സ് നോർമലി ലോകത്ത് വിറ്റഴിക്കുന്നത് ബീഫ് ബർഗേഴ്സ്, പോർക്ക് ബർഗേഴ്സാണ്. ബീഫ്, പോർക്ക്, പന്നിയുടെയും അതേപോലെ തന്നെ ബീഫിൻ്റെയും ബർഗേഴ്സാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. പക്ഷെ അവർ ഇന്ത്യയിൽ വന്ന സമയത്ത് ഇന്ത്യയിൽ എന്ത് ചെയ്തു, വെജ് ബർഗേഴ്സ് കൊടുക്കാറുള്ളൂ. അവർ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുമ്പോൾ വെജ് ബർഗേഴ്സ് കൊടുക്കുന്നുണ്ട്. അത് പുറത്തൊന്നും കൊടുക്കുന്നില്ല. അവിടെ എല്ലായിടത്തും പോർക്കും ബീഫോ. ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വെജ് ബർഗേഴ്സ് കൊടുക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ ഒരുപാട് വെജിറ്റേറിയൻസ് ഉണ്ട്. ബീഫ് കഴിക്കൽ ഒരുപാട് ആൾക്കാർക്ക് മതപരമായി കൊണ്ട് ബീഫ് കഴിക്കൂല, മതപരമായി കൊണ്ട് കുറച്ച് ആൾക്കാർ പോർക്കും കഴിക്കൂല. ഹിന്ദുസ് ഒരുപാട് ആൾക്കാർ മതപരമായി കൊണ്ട് ബീഫും കഴിക്കൂല, മുസ്ലിംസ് പോർക്കും കഴിക്കൂല. സോ അങ്ങനെ ഒരു സാഹചര്യം ഇന്ത്യയിലുള്ളതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഇന്ത്യയിൽ വെജ് ബർഗേഴ്സ് കൊടുത്തു. സോ അവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണത്. അവർ പോളിസെൻട്രിക് ആയതുകൊണ്ട്. കാരണം അവരിപ്പോൾ എത്നോസെൻട്രിക് ആണെന്നുണ്ടെങ്കിൽ അവരെല്ലായിടത്തും പോർക്കും ബീഫോ കൊടുക്കുന്നത്, ഇന്ത്യയിൽ അത് മാത്രമേ കൊടുക്കുള്ളൂ. പക്ഷെ അവർ പോളിസെൻട്രിക് ആയതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഇവിടെ കൊടുന്നിട്ട് പോളിസെൻട്രിക് എന്നുള്ള ആ ഒരു രീതിയിൽ ഇവിടെ കൊടുന്നിട്ട് വെജ് ബർഗേഴ്സ് എന്ത് ചെയ്തു, നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ഹോസ്റ്റ് കൺട്രിക്ക് എന്താണോ ആവശ്യം അത് കൊടുത്തു. ഹോസ്റ്റ് കൺട്രിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കി മാർക്കറ്റിനെ, എന്നിട്ട് അവിടെ എന്ത് ചെയ്തു, സാധനം കൊടുത്തു. അതാണ് പോളിസെൻട്രിക്കിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയാനുള്ളത്. സോ ഫസ്റ്റ് ഉദാഹരണമായിട്ട് അത് നമുക്ക് നോക്കാം. സെക്കൻഡ് ആയിട്ടുള്ളത് ഗർബർ എന്ന് പറയുന്നത് നമ്മുടെ നെസ്ലെയുടെ ഒരു കമ്പനിയാണ്. നെസ്ലെ അറിയില്ലേ, സ്വിസ് കമ്പനി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഉദാഹരണത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് കമ്പനി ആയിരുന്നു നെസ്ലെ എന്ന് പറയുന്നത്. നമുക്ക് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. സോ നെസ്ലെ ഓൺ ചെയ്യുന്ന ബേബി ഫുഡ്സിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ, പാക്ക്ഡ് ഫുഡ് വിൽക്കുന്ന ഒരു കമ്പനിയാണ് ഗർബർ എന്ന് പറയുന്നത്. സോ ഗർബറിൻ്റെ എംബ്ലാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. സോ ഗർബർ ആഫ്രിക്കയിലെത്തിയ ശേഷം, ഗർബറിൻ്റെ നോർമൽ പാക്കിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഗർബറിൻ്റെ പാക്കിൽ നോർമലായിട്ട് ആദ്യ സമയങ്ങളിൽ ഈ കുട്ടിയുടെ ഫോട്ടോ ഇല്ലേ, അതായത് ഈ എംബ്ലത്തിലുള്ള ഈ ഒരു ഫോട്ടോ മാത്രമേ അവർ ആദ്യകാലങ്ങളിൽ അവരുടെ പ്രൊഡക്റ്റുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കുട്ടിയുടെ ഫോട്ടോ മുഴുവനായിട്ട്. ഇപ്പം ചെറുതായിട്ടുണ്ട്, അങ്ങനെയല്ല. ആദ്യം ഈ ഒരു ലോഗോ മാത്രമായിരുന്നു അവർ പ്രൊഡക്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അമേരിക്കയിൽ അവർ ചെയ്തിരുന്നത് അങ്ങനെയാണ്. ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഈ ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ ആണ് അവരുടെ പ്രൊഡക്റ്റുമേൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവർ ആഫ്രിക്കയിലെത്തിയ സമയത്ത് അവർ ആഫ്രിക്കയിൽ ബിസിനസ് തുറന്നപ്പോൾ അവരെന്ത് ചെയ്തു, അമേരിക്കയിൽ ചെയ്യുന്ന സെയിം പാക്കേജിങ് ആ കുഞ്ഞിൻ്റെ ഫോട്ടോ മാത്രം വെച്ചിട്ട് എന്ത് ചെയ്തു, അവർ പാക്ക് ചെയ്തിട്ട് ആഫ്രിക്കയിൽ അവർ പ്രൊഡക്റ്റ് വിൽക്കൽ തുടങ്ങി. അതായത് ഫസ്റ്റ് അവർ ചെയ്ത എത്നോസെൻട്രിസം. അമേരിക്കയിൽ എങ്ങനെയാണോ വിറ്റ് സെയിം സംഭവം തന്നെ എന്ത് ചെയ്തു ആഫ്രിക്കയിലും, സെയിം പാക്കേജിങ്. പക്ഷെ ആഫ്രിക്കയിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. ആഫ്രിക്കയിൽ ഒരുപാട് ആൾക്കാർ ഇല്ലിറ്ററേറ്റ് ആയതുകൊണ്ട് പല ആൾക്കാർക്കും വായിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് ചെയ്യുക എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ ഒരു പാക്കിൻ്റെ അകത്തുള്ള സാധനം എന്താണോ ആ സാധനത്തിൻ്റെ ഫോട്ടോ ആണ് പാക്കിൽ കൊടുക്കുക.
അകത്തുള്ള സാധനത്തിൻ്റെ. ഇപ്പോൾ ബിസ്ക്കറ്റ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കുറേ ബിസ്ക്കറ്റ് എന്ന് എഴുതിയാണ്ട്, ഇപ്പോൾ ടൈഗർ ബിസ്ക്കറ്റ് എന്ന് എഴുതിയാണ്ട് ടൈഗറിൻ്റെ ഫോട്ടോ കൊടുക്കുന്ന പകരം അവരെന്ത് ചെയ്യുക, ബിസ്ക്കറ്റിൻ്റെ ഫോട്ടോ ആണ് കൊടുക്കുക. കാരണം ആൾക്കാർക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഉള്ളിൽ ബിസ്ക്കറ്റാണ്, അവരത് വാങ്ങിച്ചിട്ട് പോകും. സോ ആദ്യ സമയത്ത് ഗേബർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ലോഗോ, ഈ ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ മാത്രമാണ്. സോ ആ സമയത്ത് ആഫ്രിക്കയിലെ ആൾക്കാർ അത് വാങ്ങിച്ചില്ല. അതിൻ്റെ ശേഷമാണ് ഇവർക്ക് മനസ്സിലായത് ഇങ്ങനെ വിറ്റാലേ ഇവിടെ പോകുള്ളൂ. അവർ എത്നോസെൻട്രിസത്തിൽ നിന്ന് മാറി പോളിസെൻട്രിസത്തിലോട്ട് പോയി. എന്നിട്ട് ആ ഹോസ്റ്റ് കൺട്രിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്തു, അവർ ആ പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്തു. അതിന് ശേഷം അവിടെ അതിനെന്ത് ചെയ്തു, നല്ല സെയിൽസ് വന്നു. സോ അതും എന്താണ്, പോളിസെൻട്രിസത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് വരുന്നതാണ്. സോ 2 ഉദാഹരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ മക്ഡൊണാൾഡ്സും അതേപോലെ തന്നെ ഗേബറും. സോ അതാണ് EPRGയിലെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത്. ഇ മീൻസ് എത്നോസെൻട്രിസം, പി എന്ന് പറയുന്നത് പോളിസെൻട്രിസം. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് റീജിയോസെൻട്രിക് ഓറിയന്റേഷൻ. റീജിയോസെൻട്രിക് ഓറിയന്റേഷൻ എന്ന് പറയുന്ന സംഭവമൊന്നുമില്ല. നമ്മളൊരു രാജ്യം, നമ്മൾ പോളിസെൻട്രിക്കിൽ നമ്മളൊരു രാജ്യം എന്നുള്ള ബേസിലെടുത്ത്, ഹോം കൺട്രിയിൽ നമ്മൾ ഡൊമസ്റ്റിക് മാർക്കറ്റ് എടുത്തു, പോളിസെൻട്രിക്കിൽ നമ്മൾ ഹോസ്റ്റ് കൺട്രി മാർക്കറ്റ് എടുത്തു. ഓറിയന്റേഷൻ വന്നത് എത്നോസെൻട്രിസത്തിൽ നമ്മൾ ഹോം കൺട്രി ഓറിയന്റേഷനും അതേപോലെ തന്നെ പോളിസെൻട്രിക്കിൽ നമ്മൾ ഹോസ്റ്റ് കൺട്രി ഓറിയന്റേഷനും. അവിടെ എല്ലാം ഒരു രാജ്യം എന്നുള്ള നിലക്കാണ്. ഹോസ്റ്റ് കൺട്രി ഒരു രാജ്യത്തെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ റീജിയോസെൻട്രിക്കിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഈ ഒരു രാജ്യം എന്നുള്ളത് മാറിയിട്ട് ആ ഒരു ടിപ്പിക്കൽ നാഷണൽ ബൗണ്ടറീസിനെ നമ്മൾ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഒരു ഏരിയയെ, ഒരു റീജനെ നമ്മൾ മൊത്തമായിട്ട് ഒരു റീജനെ എടുത്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്നതിനാണ് നമ്മൾ റീജിയോസെൻട്രിക് എന്ന് പറയുന്നത്. ആ റീജനാണ് നമ്മൾ ഓറിയന്റേഷൻ, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു കമ്പനി യൂറോപ്യൻ യൂണിയൻ എന്നുള്ള നിലക്ക് യൂറോപ്പിൽ മുഴുവനായിട്ട് ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ ഏഷ്യ വലുതാണ് അത്രക്കൊന്നും എടുക്കൂല, അല്ലെങ്കിൽ ഏഷ്യ പസഫിക് ഒരു ചെറിയ ഏരിയ, ഒരു ചെറിയ റീജൻ, അങ്ങനെ എടുത്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, റീജിയോസെൻട്രിക് ഓറിയന്റേഷൻ എന്ന് പറയുന്നു. സോ റീജിയോസെൻട്രിക് എന്ന് പറയുന്നത് പോളിസെൻട്രിക്കിൻ്റെയും ജിയോസെൻട്രിക്കിൻ്റെയും ഇടയിലുള്ള ഒരു ട്രാൻസിഷനാണ്. ജിയോസെൻട്രിക് ആണ് ലാസ്റ്റ് നമ്മൾക്ക് പറയാനുള്ളത്. സോ ഈ ഒരു ജിയോസെൻട്രിക്കിൻ്റെയും പോളിസെൻട്രിക്കിൻ്റെയും ഇടയിലുള്ള രണ്ടിൻ്റെയും ഒരു മിഡ് വാല്യൂ ആയിട്ട് വരുന്ന ഒന്നാണ് എന്ത് എന്ന് പറയുന്നത്, റീജിയോസെൻട്രിക് എന്ന് പറയുന്നത്. Firm accepts a national marketing policy covering a group of countries which have comparable marketing characteristics. ഏകദേശം ഒരേപോലത്തെ മാർക്കറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസിനെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു റീജനെയാണ് അവരെന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യും, ഒരു റീജിയണൽ മാർക്കറ്റിംഗ് പോളിസി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ റീജിയോസെൻട്രിക്കിൽ ഫേം എന്ത് ചെയ്യുന്നത്. Operational strategies are formulated on the basis of the entire region than the individual countries. ഓരോ ഇൻഡിവിജ്വൽ കൺട്രീസിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് അല്ല അവരെന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ അവർ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന ഒരു റീജിയനാണ് എടുത്തത്. അവിടെ ഒരുപാട് രാജ്യങ്ങളുണ്ട്, ജർമ്മൻ, ഫ്രാൻസ്, തുർക്കി, ഇങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്, സ്വിറ്റ്സർലാൻഡ്, അസർബൈജാൻ, ഒരുപാട് രാജ്യങ്ങളുണ്ട്, ചെക്ക് റിപ്പബ്ലിക്. പക്ഷെ ഇവരെന്ത് ചെയ്യില്ല, ഓരോ രാജ്യത്തിനും സെപ്പറേറ്റ് എന്നുള്ള നിലയിലെല്ലാം എടുക്കുക. അതായത് ജർമ്മനിക്കൊന്ന്, ഫ്രാൻസിനൊന്ന്, സ്പെയിനിനൊന്ന്, ഇറ്റലിക്കൊന്ന്, അങ്ങനെയല്ല ഇവരെന്ത് ചെയ്യുക, മാർക്കറ്റിംഗ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യുക. പകരം ആ റീജിയന് മൊത്തമായിട്ടൊന്ന്, യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന റീജിയന് മൊത്തമായിട്ടൊന്ന്, ആഫ്രിക്കയിലെ ഇനി ഏതെങ്കിലും ഒരു പ്രത്യേക റീജിയൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവനായിട്ടൊന്ന്, ഇങ്ങനെയാണ് ഇവരെന്ത് ചെയ്യുക, ഓപ്പറേഷണൽ സ്ട്രാറ്റജീസ് എന്ത് ചെയ്യുന്നത്, ഫോർമുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ പോളിസെൻട്രിക്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കമ്പനി നോക്കുന്നത് ഡിഫറെന്റ് നാഷണൽ മാർക്കറ്റ്സിന്റെ ഡിഫറൻസിലോട്ടാണെന്നാണ് നോക്കുന്നത്. ഇവിടെ നോക്കുന്നത് എന്താണ്, റീജിയൻസ് തമ്മിലുള്ള ഡിഫറൻസുകളെയും സിമിലാരിറ്റീസിനാണ് ഇവിടെ കമ്പനി എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഇവിടെ നാഷണൽ ഒരു കൺട്രി എന്നുള്ള ഒരു ബേസ് ഇല്ല. ഇവർ മുഴുവനായിട്ട് എടുക്കുന്ന റീജിയൻ എന്നുള്ള ബേസിലാണ്, കൺട്രി എന്നുള്ള ബേസ് ഇല്ല. ഇപ്പം നമ്മൾ ഇന്ത്യ തിരിക്കുമല്ലോ, സൗത്ത്, നമ്മൾ ദക്ഷിണേന്ത്യ, ഉത്തരേന്ത്യ, വടക്കേന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിക്കുമല്ലോ. അതിപ്പോൾ ദക്ഷിണേന്ത്യ എന്ന് പറയുമ്പോൾ കേരളം മാത്രമല്ല, കേരളവും തമിഴ്നാടും കർണാടകയൊക്കെ വരുന്നുണ്ട്. സോ അതൊരൊറ്റ സ്റ്റേറ്റ് അല്ലല്ലോ, ഒരു റീജിയനായിട്ട് വരും. അതേപോലെ തന്നെയാണ് എന്തിൽ ചെയ്യുന്നത്, റീജിയോസെൻട്രിക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്. സോ എൻ്റെ ഒരു ജസ്റ്റ്, അതായത് റീജിയോസെൻട്രിക്ക് കൂടുതലായിട്ടൊന്നും പഠിക്കാനൊന്നുമില്ല, എൻ്റെ ജസ്റ്റ് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് റീജിയൻസിന് നോട്ട് ഡിഫറെൻറ്റ് കൺട്രീസ്, റീജിയൻസിനെ ഡിഫറെൻറ്റ് മാർക്കറ്റുകളാക്കിക്കൊണ്ടാണ് റീജിയോസെൻട്രിക് കമ്പനി എന്ത് ചെയ്യുന്നത്, കാണുന്നത്. എ പെർട്ടിക്കുലർ റീജിയൻ വിത്ത് certain important common marketing characteristics is regarded as a single market, ignoring national boundaries, categorization of regions as individual markets.
സോ ഒരേപോലത്തെ സ്വഭാവമുള്ള, ഒരേപോലത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള റീജൻസിനെ ആണ് അവരെന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. അവിടെ അവർ നാഷണൽ ബൗണ്ടറി നോക്കില്ല. ചിലപ്പോൾ 10 കൺട്രീസ് ഉണ്ടാവും, നോ പ്രോബ്ലം. ചിലപ്പോൾ 20 കൺട്രീസ് ഉണ്ടാവും, നോ പ്രോബ്ലം. അവർ നോക്കുന്ന റീജിയണിൽ മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾക്ക് റീജിയോ സെൻട്രിക് ഓറിയൻറ്റേഷനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഉദാഹരണമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെപ്സി വേഴ്സസ് കോക്ക്, പെപ്സിയും കൊക്കക്കോളയും രണ്ടും നിങ്ങൾ കുടിച്ചിട്ടുണ്ടാവും. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന കാർബണേറ്റഡ് ഡ്രിങ്കാണ് എന്തെന്ന് പറയുന്നത്, പെപ്സി കൊക്കക്കോള എന്ന് പറയുന്നത്. 1950 സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയണിൽ പെപ്സിക്ക് ഒരു വലിയ അബദ്ധം പറ്റി. കാരണം പെപ്സിയുടെ വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലേ, ഇതാണ് ഒരു പഴയ വെൻഡിങ് മെഷീൻ്റെ ഒരു ഫോട്ടോ ആണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഷോപ്പിലൊന്നും അല്ലാതെ നമുക്ക് പോയിട്ട് ക്യാഷ് കൊടുത്തിട്ട് നമ്മൾക്ക് വാങ്ങിക്കാൻ കഴിയുന്നത്, അതിനെ വെൻഡിങ് മെഷീൻ എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഷോപ്പിൽ വെച്ചിട്ടുണ്ടാവുമല്ലോ, നമ്മൾ പൈസ കൊടുത്താൽ അവർ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു തരും, പെപ്സിയുടെ ഒക്കെ ചിഹ്നമുള്ള. സോ 1950 വരെ പെപ്സിയുടെ വെൻഡിങ് മെഷീൻ്റെ കളർ എന്ന് പറയുന്നത് ഡീപ്പ് റീഗൽ ബ്ലൂ ആയിരുന്നു. 1950 വരെ പെപ്സിയുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലെ വെൻഡിങ് മെഷീൻസിൻ്റെ കളർ എന്ന് പറയുന്നത്. ആ സമയത്ത് അവർക്ക് നല്ല സെയിലും ഉണ്ടായിരുന്നു. പക്ഷെ അവർ 1950 അവരെന്ത് ചെയ്തു, ആ വെൻഡിങ് മെഷീൻ്റെ കളർ മാറ്റിയിട്ട് ലൈറ്റ് ഐസ് ബ്ലൂയിലോട്ട് അവരെന്ത് ചെയ്തു, കളർ മാറ്റി. വെൻഡിങ് മെഷീൻ്റെ ആ റീജിയണിലുള്ള എല്ലാ വെൻഡിങ് മെഷീൻ്റെയും പെപ്സിയുടെ വെൻഡിങ് മെഷീൻ്റെയും കളർ അവർ ലൈറ്റ് ഐസ് ബ്ലൂയിലോട്ട് എന്ത് ചെയ്തു, മാറ്റി. സോ ആ ഒരു റീജിയണിൽ ഈ ലൈറ്റ് ബ്ലൂ എന്ന് പറയുന്നത് എന്താണ്, മരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കളറായിരുന്നു. ഓരോ ഏരിയകളിൽ ഓരോ കളറിന് ഓരോ വിശേഷണങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം നമ്മളിവിടെ കരിങ്കൊടി കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു മോശപ്പെട്ട കാര്യമായിട്ടാണല്ലോ വരുന്നത്. സോ അതേപോലെ തന്നെ ലൈറ്റ് ബ്ലൂ എന്ന് പറയുന്നത് ആ റീജിയണിൽ മരണവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കളറായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ ആൾക്കാർ എന്ത് ചെയ്തില്ല, ആരും വാങ്ങിച്ചില്ല, പെപ്സി വാങ്ങിച്ചില്ല. കാരണം അത് മരണവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കളറായപ്പോൾ എല്ലാവർക്കും പേടി. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും എന്ത് യൂസ് ചെയ്തു, കൊക്കക്കോള യൂസ് ചെയ്തു. പെപ്സിയുടെ നഷ്ടം എന്ന് പറയുന്നത് കൊക്കക്കോളയുടെ ഗെയിനായിട്ട്, നേട്ടമായിട്ട് മാറി. സോ ഇവിടെ റീജിയോ സെൻട്രിക് എങ്ങനെയാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരൊരു സെപ്പറേറ്റ് റീജിയനിൽ വരുത്തിയിട്ടുള്ളൊരു മാറ്റമാണ് അവരവിടെ ലോസിലോട്ട് നയിച്ചിട്ടുള്ളത്. ഒരു കൺട്രി എന്നല്ല, ഒരു റീജിയനിൽ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയൻ. അവർ ആ ഒരു റീജിയനാണ് അവർ സെലക്ട് ചെയ്തിരുന്നത്. പക്ഷെ അവിടെ അവരുടെ തീരുമാനം പാളി പോവുകയാണ് ചെയ്തത്. എങ്കിൽ കൂടിയും അവർ എന്താണ് അവർ ചെയ്തതെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പെപ്സിയും കൊക്കക്കോളയും തമ്മിലുള്ള ഈ ഒരു സംഭവം ഉദാഹരണമായിട്ട് റീജിയോ സെൻട്രിക്കിന് കൊടുത്തിട്ടുള്ളത്. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൊമിനോസ് പിസ്സ നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. ഡോമിനോസിൻ്റെ ആരൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, എങ്കിലും ഏകദേശം ആൾക്കാർക്ക് ഡോമിനോസിൻ്റെ പിസ്സ കഴിച്ചിട്ടുണ്ടാവും. ലോകത്ത് തന്നെ ഏറ്റവും നമ്പർ 1 പിസ്സകളിലൊന്നായിട്ട് വരുന്നതാണ് ഡോമിനോസ് പിസ്സ എന്ന് പറയുന്നത്. ഡോമിനോസിൻ്റെ എംബ്ലം കണ്ടില്ലേ. സോ ഡോമിനോസ് പിസ്സ എന്ത് ചെയ്യുന്നുണ്ട്, റീജിയോ സെൻട്രിക് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ അവരെന്ത് ചെയ്തു, 2009 ആ ഒരു അമേരിക്കൻ ഏരിയയിൽ, അമേരിക്ക, കാനഡ തുടങ്ങിയിട്ടുള്ള ഏരിയകൾ വരുന്ന ആ ഒരു റീജിയനിൽ അവർ ചെയ്ത കാര്യം 2009 അവരുടെ റെഗുലർ പിസ്സകളിലുള്ള ഇതിനേക്കാൾ 40% ചീസ് എന്ത് ചെയ്തു, ആഡ് ചെയ്തു. റെഗുലർ പിസ്സയിലുള്ളതിനേക്കാൾ 40% ചീസും ആഡ് ചെയ്തു. അതേപോലെ തന്നെ ടോപ്പിങ്സ്, പിസ്സയിലെ ടോപ്പിങ്സ് എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ യൂസ് ചെയ്യുന്നതാണ്. പല ടോപ്പിങ്സ് ഉണ്ടാവാറുണ്ട്, ചിക്കൻ ഉണ്ടാവാറുണ്ട്, പ്രോൺസ് ഉണ്ടാവാറുണ്ട്, വെജീസ് ഉണ്ടാവാറുണ്ട്, ഒരുപാട് ടോപ്പിങ്സ് ഉണ്ടാവാറുണ്ട്. സോ അവരെന്ത് ചെയ്തു, 2009 ചീസ് 40% ആഡ് ചെയ്യുകയും പുതിയ ഒരുപാട് ടോപ്പിങ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അവർ അമേരിക്കൻ റീജിയനിലാണ് അവരെന്ത് ചെയ്തത്. അതുകൊണ്ട് അവർക്ക് അവിടെ എന്ത് ചെയ്തു, സെയിൽ കൂടി. രണ്ടാമത് നമുക്ക് റീജിയോ സെൻട്രിക് എന്ന് പറയാൻ പറ്റില്ല. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് 2010 അവരുടെ 50ാം ആനിവേഴ്സറിയോടനുബന്ധിച്ച് അവരെന്ത് ചെയ്തു, അവരുടെ പിസ്സ റെസിപ്പി തന്നെ അവരെന്ത് ചെയ്തു, മാറ്റിമറിച്ചു. ഫ്രം ദി ക്രസ്റ്റ് അപ്പ് എന്ന് പറയുന്ന അവരുടെ പിസ്സ റെസിപ്പി അവർ മാറ്റിമറിച്ചു. അവർ പിസ്സ ഉണ്ടാക്കുന്ന ഡോയിൽ, സോസിൽ, ചീസിൽ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരെന്ത് ചെയ്തു, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചുകൾ കൊണ്ടുവന്നു. അത് റീജിയോ സെൻട്രിക് അല്ല, അത് ലോകത്ത് മൊത്തമായിട്ട് അവർ കൊണ്ടുവന്ന കാര്യമാണ്. 2013 ഡിസംബറിൽ അവർ ഇസ്രായേലിൻ്റെ ആ ഒരു റീജിയണിൽ, ഇസ്രായേൽ ഫലസ്തീനൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു റീജിയണിൽ, അവർ ആദ്യമായിക്കൊണ്ട് എന്ത് ചെയ്തു, വീഗൻ പിസ്സ എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. വീഗൻസ് എന്ന് പറയുന്നത് നമ്മളാരെയാണ്, വീഗൻസ്
പ്രധാനമായിട്ടും 3 തരത്തിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണുള്ളത്: വീഗൻസ്, വെജിറ്റേറിയൻസ്, നോൺ വെജ്. നോൺ വെജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഇറച്ചി ഒക്കെ യൂസ് ചെയ്യും. നോൺ വെജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യില്ല, ഇറച്ചിയൊന്നും യൂസ് ചെയ്യില്ല, പക്ഷെ പാല്, മുട്ടൊക്കെ അവരെന്ത് ചെയ്യും, നോൺ വെജ് നോർമലി യൂസ് ചെയ്യാറുണ്ട്. വീഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇങ്ങനെ മൃഗങ്ങളിൽ നിന്ന് വരുന്ന ഒന്നും യൂസ് ചെയ്യാത്ത, പാല്, മുട്ട തുടങ്ങിയിട്ട് മൃഗങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും യൂസ് ചെയ്യാത്ത ആൾക്കാരെയാണ് നമ്മൾ വീഗൻസ് എന്ന് പറയാം. സോ വീഗൻസ് എന്ത് ചെയ്തു? വീഗൻസിന് വേണ്ടിയിട്ടുള്ള വീഗൻ പിസ്സ ഇസ്രായേൽ റീജിയണിൽ അവർ 2013 എന്ത് ചെയ്തു? 2013 അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ നോർമലി ചീസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആനിമൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സോ അവർ ചീസിൻ്റെ പകരം സോയ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചീസ് അവർ പുതിയതായിട്ട് കണ്ടെത്തി. നമ്മളെ സോയാബീൻ്റെ ഒരു വകഭേദമായിക്കൊണ്ട് പുതിയ ചീസ് അവരുണ്ടാക്കി. കാരണം ആനിമൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചീസ് ആകുമ്പോൾ പിന്നെ വീഗൻ അല്ലല്ലോ. സോയ് ബേസ്ഡ് ചീസ് അവർ കണ്ടെത്തി. അങ്ങനെ അവരെന്ത് ചെയ്തു? ഇസ്രായേൽ റീജിയണിൽ അവർ വീഗൻ പിസ്സ എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2014 അവർ നൈജീരിയ മീൻസ് ആഫ്രിക്കൻ റീജിയണിൽ അവർ പുതിയ കുറേ പിസ്സകൾ, ജൊലോഫ് റൈസ് പിസ്സ, അതേപോലെ ബീഫ് സ്റ്റ്യൂ പിസ്സ തുടങ്ങിയിട്ടുള്ള പിസ്സകൾ അവരെന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ അവർ ചെയ്യുന്ന ഓരോ റീജിയൻസിന് ആവശ്യമായിട്ടുള്ള, ആ റീജിയൻ്റെ പ്രത്യേകത നോക്കിയിട്ട് ആ റീജിയൻസിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഡൊമിനോസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഡൊമിനോസ് പിസ്സ ലോകത്ത് നമ്പർ 1 പിസ്സകളിൽ ഒന്നായിട്ട് ഇപ്പോഴും എന്ത് ചെയ്യുന്നത്? നിലനിൽക്കുന്നത്. സോ അതാണ് തേർഡ് വൺ എന്ന് പറയുന്നത്, റീജിയോ സെൻട്രിക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഉദാഹരണമായിട്ട് നോക്കാനുള്ളത് നമുക്ക് കൊക്കക്കോളയാണ്. കോക്ക്. ഇവിടെ ഈ ഒരു ഫോട്ടോയിൽ കാണില്ല നമ്മൾ ഈ കൊക്കക്കോള സീറോ, അതേപോലെ തന്നെ കോക്ക് ഡയറ്റ്, അതേപോലെ സീറോ ഷുഗർ എന്നൊക്കെ പറഞ്ഞിട്ട് മോഡൽസ്. നമ്മൾ നോർമലി കുടിക്കുന്ന മോഡൽ ഈ ഒരു ക്യാനായിരിക്കും, കൊക്കക്കോളയുടെ ഈ ഒരു ക്യാനായിരിക്കും നമ്മൾ കുടിക്കുന്നത്. സോ കൊക്കക്കോള സീറോ എന്ത് ചെയ്യുന്നുണ്ട്? കൊക്കക്കോളയുടെ സീറോ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? റിയൽ കൊക്കക്കോള ടേസ്റ്റ് ആവശ്യമായുള്ള കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. സോ കൊക്കക്കോള സീറോ ചെയ്യുന്ന എന്താണ്? ലോ കലോറി സ്വീറ്റ്നേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ കൊക്കക്കോള സീറോ ഉണ്ടാക്കുന്നത്. ഡയറ്റ് കോക്ക് എന്ത് ചെയ്യുന്നത്? എസ്പാർട്മി എന്ന് പറയുന്ന വേറൊരു കലോറി കുറവുള്ള തന്നെ വേറൊരു മിശ്രിതം വെച്ചിട്ടാണ് അവർ ഡയറ്റ് കോക്ക് എന്ന് പറയുന്ന ആ ഒരു കോക്ക് എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. സോ ചില രാജ്യങ്ങളിൽ കൊക്കക്കോള ലൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ കോക്ക് ലൈറ്റ് എന്ന് പറയുന്നത്, ചില രാജ്യങ്ങളിൽ എന്ത് ചെയ്യില്ല, ഈ ഡയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലോ കലോറി ഫുഡ്സ് ആൻഡ് ബീവറേജസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല. ഡയറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പെപ്സിയുടെ ഒക്കെ ഡയറ്റ് ഉണ്ട്, നിങ്ങൾ കുടിച്ചിട്ടുണ്ടാവും, വൈറ്റ് സിൽവർ കളറിലാണ് പെപ്സിയുടെ ഒക്കെ ഡയറ്റ് വരുന്നത്. സോ ഈ ഒരു സിൽവർ കളറിലാണ് ഡയറ്റ് വരുന്നത്. സോ ചില രാജ്യങ്ങളിൽ ഡയറ്റ് എന്ന് പറയുന്നത് ലോ കലോറി ഫുഡ്സ് ആൻഡ് ബീവറേജിനെ ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല. സോ അത്തരം കൺട്രികളിൽ കൊക്കക്കോള എന്ത് ചെയ്യും? കൊക്കക്കോള ലൈറ്റ് എന്ന് പറയുന്നത് ആ ഉപയോഗിക്കാത്ത റീജിയണിൽ കൊക്കക്കോള ലൈറ്റ് എന്ന് പറയുന്ന വേറെ മോഡൽ അവരെന്ത് ചെയ്യും? ഇറക്കും. കൊക്കക്കോള ലൈറ്റ് എന്ന് പറയുന്നത് ഓരോ റീജിയണിലും ആവശ്യമായിട്ടുള്ള അവിടുത്തെ കൺസ്യൂമർ പ്രിഫറൻസ്, അതിലുപയോഗിക്കുന്ന കോക്കിൻ്റെ ടേസ്റ്റ് ഏതായാലും ഉണ്ടാവും, അതിനുപയോഗിക്കുന്ന ആ ഒരു സ്വീറ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഓരോ റീജിയണിനും ആവശ്യമായിട്ടുള്ള രീതിയിലാണ് അവരതെന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. ഓരോ റീജിയണിന് ആവശ്യമായിട്ടുള്ള രീതിയിലാണ് അവരെന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. അതാണ് നമുക്ക് ഒരു ഉദാഹരണമായിട്ട് പറയാനുള്ളത്, കോക്ക്. സോ EPRG മോഡലിലെ തേർഡ് വണ്ണ് നമ്മൾ പറഞ്ഞു. E മീൻസ് എത്നോസെൻട്രിക്, P മീൻസ് പോളിസെൻട്രിക്, R മീൻസ് റീജിയോസെൻട്രിക്. ഇനി EPRGയിലെ അവസാനത്തെ ഒന്നാണ് ജിയോസെൻട്രിക് എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ജിയോസെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസിനെ കുറിച്ച് പറഞ്ഞില്ലേ, അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ജിയോസെൻട്രിക് എന്ന് പറയുന്നത്. ജിയോസെൻട്രിക് എന്ന് പറയുന്നത് എത്നോസെൻട്രിസത്തിൻ്റെയും പോളിസെൻട്രിസത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു റീജിയോസെൻട്രിസ് അല്ല, മറ്റ് രണ്ട് എത്നോസെൻട്രിസത്തിൻ്റെയും പോളിസെൻട്രിസത്തിൻ്റെയും ഒക്കെ ഒരു ബ്ലെൻഡായിട്ട് വരുന്നതാണ് നമ്മുടെ ജിയോസെൻട്രിക് എന്ന് പറയുന്നത്. ഒരു വേൾഡ് വ്യൂ ആയിക്കൊണ്ട് മൊത്തമായിട്ടുള്ള ഒന്ന്. അവരെന്ത് ചെയ്യുന്നത്? ലോകം മുഴുവൻ ബിസിനസ് ചെയ്യുന്നു. ലോകം മുഴുവൻ അവരെന്ത് ചെയ്യും? ബിസിനസ് ചെയ്യും. ലോകം മുഴുവൻ ബിസിനസ് ചെയ്യും. സെയിം പ്രൊഡക്റ്റുകളായിരിക്കും, പക്ഷെ ഓരോ സ്ഥലത്തും അതിൻ്റെ ലോക്കൽ വേരിയേഷൻസ് ഉണ്ടാക്കിക്കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അത്
ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സെയിം പ്രൊഡക്റ്റ് ഓരോ ഏരിയയിലും ഓരോ രാജ്യത്തും അതിൻ്റെതായിട്ടുള്ള ചെറിയ ലോക്കലൈസേഷൻസ് അവരെന്ത് ചെയ്യും, ലോക്കൽ വേരിയേഷൻസ് അവരെന്ത് ചെയ്യും. നമുക്ക് ശരിക്കും പറയാനുള്ളത് തിങ്ക് ഗ്ലോബൽ ആക്ട് ലോക്കൽ ഐഡിയോളജിയാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. തിങ്ക് ഗ്ലോബൽ, ലോകം മുഴുവനായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഉദ്ദേശിച്ചിട്ട് തിങ്ക് ചെയ്യുക. ആക്ട് ലോക്കൽ ആയിക്കൊണ്ട് എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുക. ഫോർമുലാസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്താണ്, മൊത്തമായിട്ടാണ്. കമ്പനി മൊത്തമായിട്ടായിരിക്കും ഫോർമുലാസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. പക്ഷെ ഓരോ രാജ്യത്തും അവർ ചെയ്യുന്ന എന്തായിരിക്കും, ആ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവരെന്ത് ചെയ്യുന്നത്. അതായത് ഒരു ജിയോ സെൻട്രിക് കമ്പനി കാണുന്നത് നമ്മുടെ ലോകത്തെ ഒരു സിംഗിൾ മാർക്കറ്റായിട്ടാണ്. ലോകം മുഴുവൻ എന്താണ്, ഒരു സിംഗിൾ മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് മാർക്കറ്റിംഗ് മിക്സ് ആണ് അവരെന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അവരെ കമ്പനിയെ കുറിച്ചും അവരുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചും ഒരു യൂണിഫോം ഇമേജ് ആണ് അവരെന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഇപ്പോൾ പെപ്സി, കൊക്കക്കോള, മക്ഡൊണാൾഡ്സ്, ഇതൊക്കെ എന്താണ്, ലോകം മൊത്തം ഒറ്റ മാർക്കറ്റായിട്ട് കാണുന്നു. അവരെന്ത് ചെയ്യുന്നു, അവരുടെ എല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒറ്റ ഇമേജാണ് ലോകം മൊത്തം കൊടുക്കുന്നത്. പക്ഷെ ഇവരിതിലൊക്കെ പോളിസെൻട്രിക്കും ജിയോ സെൻട്രിക്കും ഓരോ രാജ്യത്തിന് നമ്മൾ എടുത്തു നോക്കുമ്പോൾ വരും, എങ്കിൽ കൂടിയും. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജിയോ സെൻട്രിക് എന്ന് പറയുന്നത്. അവരുടെ ഹ്യൂമൻ റിസോഴ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലോകത്തുള്ള ഏറ്റവും നല്ല ആൾക്കാർ, ഏറ്റവും നല്ല എംപ്ലോയീസിനെയാണ് അവർ ജോലിക്ക് എടുക്കുക. അവർ ഇന്ന ഏരിയയിൽ നിന്ന് ഇത്ര ആൾ എന്നല്ല, അവർ ലോകം മൊത്തമുള്ള ഏറ്റവും നല്ല എംപ്ലോയീസിനാണ് അവരെടുക്കുക. മൈക്രോസോഫ്റ്റിന്റെ സിഇഒ, മൈക്രോസോഫ്റ്റ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, അതേപോലെ തന്നെ ഗൂഗിൾ, ഇവരുടെയൊക്കെ എംപ്ലോയീസിനെ നോക്കി കഴിഞ്ഞാൽ അറിയാം ലോകം മുഴുവനുള്ള എംപ്ലോയീസ് ഉണ്ടാവും. സുന്ദർ പിച്ചെ, സത്യനാഥല്ലേ, ഇവരൊക്കെ ഇന്ത്യൻ ഒറിജിൻസാണ്. ഇവരൊക്കെയാണ് ലോകത്തെ നമ്പർ 1 IT കമ്പനികളുടെ തലപ്പത്തിരിക്കുന്നത്. സോ അവരെന്ത് ചെയ്യുന്നില്ല, ഒരു സ്ഥലം എന്നുള്ളതല്ല, ലോകത്തെ ഏറ്റവും നല്ല ആൾക്കാർ ആരാണോ അവരെയാണ് അവരെന്ത് ചെയ്യുന്നത്, എംപ്ലോയീസ് ആയിക്കൊണ്ട് അവരെന്ത് ചെയ്യുന്നത്, സിറ്റുവേറ്റ് ചെയ്യുന്നത്. സോ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാവും. ഹെഡ് ക്വാർട്ടേഴ്സ് അവരുടെ ഹോം കൺട്രിയിലായിരിക്കും. ഈ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ബാക്കിയുള്ള സ്ഥലത്തെ എല്ലാവരും പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക, നിയന്ത്രിക്കുക. ഓക്കെ, സോ അതാണ് ജിയോ സെൻട്രിക് എന്ന് പറയുന്നത്. ജിയോ സെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ലോകം മൊത്തം ഒറ്റ മാർക്കറ്റായിട്ട് കാണും. ചെറിയ ലോക്കൽ വേരിയേഷൻസിലൂടെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, വിറ്റഴിക്കും. ഫസ്റ്റ് ഉദാഹരണമായിട്ട് പറയുന്നത് മക്ഡൊണാൾഡ്സിനാണ്. മക്ഡൊണാൾഡ്സ് ലോകം മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്, അവർ കച്ചവടം ചെയ്യുന്നുണ്ട്. പക്ഷെ ഓരോ സ്ഥലത്തും അവർ ആ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ലോക്കൽ വേരിയേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതായത് ജർമ്മനിയിൽ അവർ മക്ഡൊണാൾഡ്സിൻ്റെ ഔട്ട്ലെറ്റിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ബിയർ ഓഫർ ചെയ്യുന്നുണ്ട്. ഫ്രാൻസിലെത്തുമ്പോൾ അതെന്താണ്, വൈനാണ്. ഓസ്ട്രേലിയയിലെത്തുമ്പോൾ മട്ടൺ പൈസാണ് അവരവിടെ കൊടുക്കുന്നത്. ഇന്ത്യയിലെത്തുമ്പോൾ അവർ വെജ് നഗറ്റ്സ് ആണ് അവരെന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഇന്ത്യയിലെത്തുമ്പോൾ വെജിയായി. ജപ്പാനിൽ ടെരിയാക്കി ബർഗറാണ്. നോർവേയിൽ മെക്ലാക്സ് ആണ്. അതേപോലെ തന്നെ ഇറ്റലിയിൽ മാക് ഇറ്റലി ബർഗറാണ്. ഇന്ത്യയിൽ മഹാരാജ മാക്കാണ്. കാനഡയിൽ മാക് ലോബ്സ്റ്റർ ആണ്. ജപ്പാനിൽ എബി ഫില്ലിറ്റോ ആണ്. അതായത് ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള ഫ്ലേവറിൽ ലോക്കൽ കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ ലോകം മൊത്തം മക്ഡൊണാൾഡ്സ് എന്നുള്ള ഒറ്റ രീതിയിലാണ് മക്ഡൊണാൾഡ്സ് എന്ത് ചെയ്യുന്നത്, ലോകത്തെ മൊത്തം ഒറ്റ മാർക്കറ്റാണ് കാണുന്നത്. പക്ഷെ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ചെറിയ ചെറിയ ലോക്കൽ വേരിയേഷൻസ് അവരെന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. സോ അതാണ് നമ്മൾ എന്തിൻ്റെ ഉദാഹരണമായിട്ട് കൊടുക്കുന്നത്, ജിയോ സെൻട്രിക് ഓറിയന്റേഷൻ്റെ ഉദാഹരണമായിട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് ആയിട്ടുള്ള ഹിന്ദുസ്ഥാൻ യൂണിലിവർ അല്ലാന്നുണ്ടെങ്കിൽ യൂണിലിവർ എന്ന് പറയുന്നതിന് ഒരുപാട് ഷാംപൂ ബ്രാൻഡുകളുണ്ട്. അതായത് സൺസിൽക്ക്, ക്ലിനിക് പ്ലസ്, ഡോ, ഇങ്ങനെയുള്ള ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ബോട്ടിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവർ ഇന്ത്യയിൽ എന്ത് ചെയ്തു, ₹1 സാഷറ്റ് ഇറക്കി. ₹1 സാഷറ്റ് അതിറക്കി. അത് ഇന്ത്യയിൽ വൻ ഹിറ്റായി പോവുകയും ചെയ്തു. അവരുടെ സെയിം പ്രൊഡക്റ്റ് തന്നെയാണ്. അവർ പ്രൊഡക്റ്റിൽ ഒരു ചെറിയ വേരിയേഷൻ വരുത്തി. ഇന്ത്യയിൽ മാത്രം ₹1 സാഷറ്റ് ആൾക്കാരത് കൂടുതലായിട്ട് വാങ്ങിക്കാൻ തുടങ്ങി. അത് വൻ ഹിറ്റായി, ബമ്പർ ഹിറ്റായി പോയി ഇന്ത്യയിൽ എന്ത്, ഈ ₹1 സാഷറ്റ് എന്ന് പറയുന്നു. സോ ഇതാണ് നമുക്ക് ജിയോ സെൻട്രിക്കിനെ കുറിച്ച് നമ്മൾക്ക് പറയാൻ ഉള്ളത്. സോ നെക്സ്റ്റ് ആയിട്ട് ഇതൊരു ബോക്സ് ആക്കി കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടുള്ള സെയിം സംഭവം തന്നെയാണ്. ഫേംസിൻ്റെ ഓറിയൻറ്റേഷൻ EPRG, എത്നോസെൻട്രിക്, പോളിസെൻട്രിക്, റീജിയോസെൻട്രിക്, ജിയോസെൻട്രിക്. ഇനി കൾച്ചർ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. കൾച്ചർ നോക്കുമ്പോൾ എത്നോസെൻട്രിക്കിലെ കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഹോം കൺട്രിയുടെ കൾച്ചറാണ് അവർ യൂസ് ചെയ്യുന്നത്. പോളിസെൻട്രിക്കിലോട്ട് എത്തുമ്പോൾ അവരെന്ത് ചെയ്യും, ഹോസ്റ്റ് കൺട്രിയുടെ കൾച്ചറാണ്. ആ ഓരോ ഹോസ്റ്റ് കൺട്രിയുടെയും കൾച്ചറാണ് അവരെന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. റീജിയോസെൻട്രിക് എത്തുമ്പോൾ ആ റീജിയണലിൻ്റെ കൾച്ചറാണ് അവരെന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ജിയോ സെൻട്രിക്കിൽ എത്തുമ്പോൾ അവർ വേൾഡ് വൈഡ് ആണ്. സോ അവർ ആ ഗ്ലോബൽ കൾച്ചറാണ് അവരെന്ത് ചെയ്യുന്നത്, ഗ്ലോബൽ കൾച്ചറാണ് അവർ എടുക്കുന്നത്. ഇനി മാർക്കറ്റിംഗ് നോക്കുമ്പോൾ എത്നോസെൻട്രിക്കിൽ
പ്രൊഡക്റ്റ് ഡിറ്റർമൈൻഡ് പ്രൈമർലി ബൈ ദി നീഡ്സ് ഓഫ് ഹോം കൺട്രി കസ്റ്റമേഴ്സ്. ഹോം കൺട്രി കസ്റ്റമേഴ്സിന്റെ നീഡ്സിന് വേണ്ടിയിട്ടാണ് ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത് എത്നോസെൻട്രിക്കിൽ. എന്നിട്ട് ബാക്കിയുള്ള സർപ്ലസ് പ്രൊഡക്ഷനാണ് ശരിക്കും അവരെന്ത് ചെയ്യുന്നത്, കയറ്റി അയക്കുന്നത്. പോളിസെൻട്രിക്കിൽ എത്തുമ്പോൾ ആ രാജ്യത്തിന്റെ ഹോസ്റ്റ് കൺട്രിയിലെ ലോക്കൽ നീഡ്സിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരെന്ത് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഇനി റീജിയോസെൻട്രിക്കിലാവുമ്പോൾ ആ ഒരു റീജിയന് ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊഡക്റ്റാണ് അവരോട് എന്ത് ചെയ്യുന്നത്, റീജിയണിന് ആവശ്യമായിട്ടുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊഡക്റ്റാണ് അവരുണ്ടാക്കുന്നത്. റീജിയൻസിനല്ല, ഒരു റീജിയണിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, ഒരു രീതി. ഇനി ജിയോസെൻട്രിക് എത്തുമ്പോൾ എന്താണ്, ഗ്ലോബൽ പ്രൊഡക്റ്റ് ആണ്, ലോകം മുഴുവനായിട്ട് കൊടുക്കാനുള്ള ഒറ്റ പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ഓരോ സ്ഥലത്ത് എന്തുണ്ടാവും, ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും, ലോക്കൽ വേരിയേഷൻസ് ഉണ്ടാവും. മക്ഡൊണാൾഡ്സിന്റെ ബർഗർ പറഞ്ഞ പോലെ ഇന്ത്യയിൽ മക് മഹാരാജ ആണെന്നുണ്ടെങ്കിൽ അത് കാനഡയിൽ എത്തുമ്പോൾ മക് ലോബ്സ്റ്റർ ഉണ്ട്. ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും, എങ്കിലും ഗ്ലോബലായിട്ട് എന്താണ്, ഒറ്റ പ്രൊഡക്റ്റ് ആണ്. അതാണ് മാർക്കറ്റിംഗ് വരും. ഇനി ഫിനാൻസ് വരുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ പ്രോഫിറ്റ് അത് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കുന്നത്. എത്നോസെൻട്രിക്കിൽ പ്രോഫിറ്റ് എന്ത് ചെയ്യും, ഹോം കൺട്രിയിൽ തന്നെ എന്ത് ചെയ്യും, വിതരണം ചെയ്യും. ഹോം കൺട്രിയിലാണ് പ്രോഫിറ്റ് വിതരണം ചെയ്യുക. പോളിസെൻട്രിക്കിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും, ഹോസ്റ്റ് കൺട്രിയിലാണ് പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നത്, വിതരണം ചെയ്യുന്നത്. റീജിയോസെൻട്രിക്കിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും, അത് ആ റീജിയന്റെ അകത്താണ് എന്ത് ചെയ്യുക, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ജിയോസെൻട്രിക് ആകുമ്പോൾ എന്താവും, മുഴുവനായിട്ട് ഗ്ലോബലി ആണ് അവരെന്ത് ചെയ്യുക, ആ പ്രോഫിറ്റ് എന്ത് ചെയ്യുക, അവർ വിതരണം ചെയ്യുക. നെക്സ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി, എങ്ങനെയാണ് പ്രൊഡക്ഷൻ എന്നുള്ളത്. എത്നോസെൻട്രിക്കിൽ മാസ് പ്രൊഡക്ഷനാണ്, ഒരുപാട് സാധനം പ്രൊഡ്യൂസ് ചെയ്യും, ഹോം കൺട്രിയിൽ കൊടുക്കും, സർപ്ലസ് എന്ത് ചെയ്യും, കയറ്റി വിടും. പോളിസെൻട്രിക്കിൽ ബാച്ച് പ്രൊഡക്ഷനാണ്, നമ്മൾ പറഞ്ഞാണ്, ഓരോ ബാച്ച് ആയിക്കൊണ്ട്, ഓരോ ഹോസ്റ്റ് കൺട്രിയുടെ ബാച്ച് ആയിക്കൊണ്ട്. റീജിയോസെൻട്രിക്കിലും ജിയോസെൻട്രിക്കിലും ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് ആണ്, ആ റീജിയണിന് ആവശ്യമായിട്ടുള്ളത് അവിടെ. ഗ്ലോബൽ ആകുമ്പോൾ ഓരോ രാജ്യത്തിനും ആ ലോക്കൽ വേരിയേഷൻസോട് കൂടിയിട്ട് അവിടെ ഫ്ലെക്സിബിൾ ആയിക്കൊണ്ടാണ് മാനുഫാക്ചറിങ് വരുന്നത്. ഇനി പേഴ്സണൽ പ്രാക്ടീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കമ്പനിയുടെ ഏറ്റവും കീ മാനേജറിയൽ പേഴ്സണായിട്ട് ആരാണുള്ളത് എന്നുള്ളത്. സോ എത്നോസെൻട്രിക്കിൽ എന്താണ്, അതിൻ്റെ ആ എത്നോസെൻട്രിക് ആയിട്ടുള്ള കമ്പനികളുടെ എല്ലാം കീ മാനേജറിയൽ പേഴ്സൺസ് ഹോം കൺട്രിയിലുള്ള ആൾക്കാർ ആയിരിക്കും. പോളിസെൻട്രിക് ആകുമ്പോൾ അവരുടെ ഓരോ ഹോസ്റ്റ് കൺട്രിയിലും ആ ഹോസ്റ്റ് കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും കീ മാനേജറിയൽ പേഴ്സൺ ആയിട്ട് വരിക. അമേരിക്കയിലാണെങ്കിൽ അമേരിക്കൻസ് ആയിരിക്കും, ബ്രിട്ടനിൽ ബ്രിട്ടീഷ് ആയിരിക്കും. അങ്ങനെ ഓരോ കൺട്രിയിലും അവിടെ നിന്നുള്ള ആൾക്കാരായിരിക്കും അതിൻ്റെ കീ മാനേജറിയൽ പേഴ്സൺ ആയിട്ട് വരിക. റീജിയോസെൻട്രിക് ആകുമ്പോൾ ആ സെയിം റീജിയന്റെ അകത്തുള്ള ആൾക്കാരായിരിക്കും എന്തായിട്ട് വരിക, അവിടുത്തെ കീ മാനേജറിയൽ പേഴ്സൺ ആയിട്ട് വരിക. ജിയോസെൻട്രിക് ആകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലോകത്തെ ഏറ്റവും നല്ല ബെസ്റ്റ് എംപ്ലോയീസിനാണ് അവരെന്ത് ചെയ്യുക, അവരുടെ കീ മാനേജറിയൽ പേഴ്സൺസിനായിട്ട് അവരെന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതാണ് ഈ EPRG മോഡലിൽ നമുക്ക് ബേസിക് സിമ്പിൾ ആയിക്കൊണ്ട് നമുക്ക് പറയാനുള്ളത്. ഇത്ര ശരിക്കും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. ഈ ഒരു ടാബിളുള്ളത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. ക്ലാസ് നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കുക. ഇനി ഡൊമസ്റ്റിക് കമ്പനി, നമ്മൾ ഇന്നലെ പഠിച്ച 5 കമ്പനീസ് ഉണ്ട്. ഡൊമസ്റ്റിക് കമ്പനി, ഇന്റർനാഷണൽ കമ്പനി, മൾട്ടിനാഷണൽ കമ്പനി, ഗ്ലോബൽ കമ്പനി, ട്രാൻസ്നാഷണൽ കമ്പനി. സോ ഡൊമസ്റ്റിക് കമ്പനി യൂസ് ചെയ്യുന്ന ഓറിയന്റേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്നോസെൻട്രിക് ഓറിയന്റേഷൻ ആണ് ഡൊമസ്റ്റിക് കമ്പനി യൂസ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ കമ്പനി യൂസ് ചെയ്യുന്നതും എത്നോസെൻട്രിക് ഓറിയന്റേഷൻ ആണ്. മൾട്ടിനാഷണൽ കമ്പനി യൂസ് ചെയ്യുന്നത് പോളിസെൻട്രിക് ഓറിയന്റേഷൻ ആണ്. ഗ്ലോബൽ കമ്പനി യൂസ് ചെയ്യുന്നത് മിക്സഡ് ഓറിയന്റേഷൻ ആണ് ഗ്ലോബൽ കമ്പനീസ് യൂസ് ചെയ്യുന്നത്. ട്രാൻസ്നാഷണൽ കമ്പനീസ് യൂസ് ചെയ്യുന്നത് ജിയോസെൻട്രിക് ഓറിയന്റേഷൻ കൂടി ആണ്. സോ ഇത്രയാണ് നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സംഭവം ഒരു ചെറിയ ടോപ്പിക്കാണ്, എങ്കിൽ കൂടിയും നിങ്ങൾക്കിത് എക്സാമുകൾക്ക്, കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ ആവശ്യമുണ്ടാവും. നെറ്റ് എക്സാം ആയാലും മറ്റ് എക്സാമുകൾക്കൊക്കെ ഈ ഒരു ഓറിയന്റേഷനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതേപോലെ തന്നെ കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള PSC എക്സാമുകൾ, മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ ഈ ഒരു ഓറിയന്റേഷനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചുള്ളൂ എങ്കിൽ കൂടി വൈഡായിട്ട് എടുക്കാനുള്ളതിൻ്റെ റീസൺ അതാണ്. സോ നമ്മൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.